പരമപ്രധാനമായ വിശുദ്ധ ബലിയർപ്പണം കഴിഞ്ഞു. ഇനി നമ്മൾ സമ്മേളനത്തിലേക്ക് കടക്കുകയാണ്. എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബ കൂട്ടായ്മയിലേക്ക് സ്വാഗതം. ഹലോ നമ്മുടെ ഈ സമ്മേളന വേദി അലങ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ആദരണീയരായ ഫാദർ ജോസ് പാറപ്പുറം സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ഫാദർ ലിജിൻ ചക്രരചനയും യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ ജോസഫിനെയും കാറ്റീസം സെക്രട്ടറി ലെക്സി ടീച്ചറിനെയും യൂണിറ്റിൻ്റെ സെക്രട്ടറി റീനയെയും സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ വൈസ് ചെയർമാൻ ശ്രീ ജോസ് അലക്സ് ചേട്ടനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദ്യം ഈശ്വര പ്രാർത്ഥന. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ചൈതന്യം പകർന്നു തന്നിടുന്ന സർവസംരക്ഷകനേ, ദേവ സർവസംരക്ഷകനേ. ദിവ്യ ചൈതന്യം പകർന്നു തന്നിടുന്ന സർവസംരക്ഷകനേ, ദേവ സർവസംരക്ഷകനേ. കലയുടെ ശ്രീകോവിൽ നടയിലെ ഗായത്രം ഉരുവിടാൻ ഞങ്ങളെ അനുവദിക്കൂ. കലയുടെ ശ്രീകോവിൽ നടയിലെ ഗായത്രം ഉരുവിടാൻ ഞങ്ങളെ അനുവദിക്കൂ. അനുഗ്രഹിക്കൂ ദേവ അനുവദിക്കൂ. അനുഗ്രഹിക്കൂ ദേവ അനുവദിക്കൂ. ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്കെന്നും അരുമയിൽ ഞങ്ങളെ അനുഗ്രഹിക്കൂ. ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്കെന്നും അരുമയാൽ ഞങ്ങളെ അനുഗ്രഹിക്കൂ. അനുവദിക്കൂ ദേവ അനുഗ്രഹിക്കൂ. അനുഗ്രഹിക്കൂ ദേവ അനുവദിക്കൂ. സ്വാഗതം ആശംസിക്കുന്നതിന് കുടുംബാംഗമായ ജോബിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട വികാരിയച്ച, ലിജിനച്ച, സിസ്റ്റേഴ്സ്, വൈസ് ചെയർമാൻ, എല്ലാവർക്കും ആദ്യമേ സ്വാഗതം ആശംസിക്കുകയാണ്. സ്വാഗതം ആശംസിക്കുക എന്നുള്ള കർമ്മത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം. ആദ്യമായി നമ്മുടെ വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെ നാമധേയത്തിലുള്ള
ഈ കുടുംബ യൂണിറ്റിൻ്റെ വാർഷികാഘോഷം ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ കുടുംബത്തിൽ ഇന്ന് നടത്തപ്പെടുകയാണ്. ആ സന്തോഷത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആദ്യമായി നമ്മുടെ വികാരിയച്ഛനും ഫാമിലി യൂണിറ്റിൻ്റെ ചെയർമാനുമായ ബഹുമാനപ്പെട്ട ജോസ് പാറപ്പുറമച്ചനെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി ലിജിനച്ചനാണ്. ലിജിനച്ചനെ നമുക്കറിയാം, നമ്മുടെ സ്വന്തം അയൽവക്കക്കാരനാണ്, നമ്മുടെ സ്വന്തമാണ്. നമുക്ക് വേണ്ടി മനോഹരമായ ബലിയർപ്പിച്ച ലിജിനച്ചനെ ഈ വേദിയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ഫാമിലി യൂണിറ്റിൻ്റെ വൈസ് ചെയർമാൻ ജോസ് അലക്സി ഏട്ടനാണ്. ജോസ് അലക്സി ഏട്ടൻ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഭാരവാഹി ഇരുന്നിട്ടുള്ള ഒരാളാണ് ജോസേട്ടൻ. ജോസേട്ടനെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ സിസ്റ്റേഴ്സ് ഇപ്പോൾ ഇവിടെ ഇല്ലെങ്കിൽ കൂടിയും നമ്മുടെ ഭവനത്തിലെ മനോഹരമായ ബലിവേദി വളരെ മനോഹരമായി ഒരുക്കുന്ന സിസ്റ്റേഴ്സായിരുന്നു. അവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതിനുശേഷം നമ്മുടെ യൂണിറ്റ് പ്രസിഡൻറ്റ് പാപ്പച്ചൻ ചേട്ടൻ, നമ്മുടെ യൂണിറ്റിനെ വളരെ നല്ല രീതിയിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന പാപ്പച്ചൻ ചേട്ടനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി മതബോധനത്തിൻ്റെ കോർഡിനേറ്റർ ലെക്സി ടീച്ചറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ യൂണിറ്റിൻ്റെ സെക്രട്ടറിയായ ശ്രീ റീന ജോസിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തായി പ്രത്യേകം സ്വാഗതം പറയേണ്ട നമ്മുടെ അയൽ യൂണിറ്റുകളിൽ നിന്നും വന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെയും പ്രത്യേകം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിരിക്കുന്ന നമ്മുടെ ബന്ധുക്കളുണ്ട്, അയൽവക്കക്കാരുണ്ട്, എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ യൂണിറ്റിൻ്റെ എല്ലാമായ പ്രിയപ്പെട്ട അംഗങ്ങൾ എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട്. എല്ലാവരെയും ഈ പ്രസ്തുത മീറ്റിങ്ങിലേക്ക്, യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു ജോബി. റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന് സെക്രട്ടറിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കുടുംബ കൂട്ടായ്മയുടെ ചെയർമാൻ ബഹുമാനപ്പെട്ട ജോസ് പാറപ്പുറച്ചൻ, ബഹുമാനപ്പെട്ട ലിജിൻ ചക്കനാട്ടച്ചൻ, വൈസ് ചെയർമാൻ ശ്രീ ജോസ് അലക്സ്, കാറ്റഗിസം സെക്രട്ടറി ശ്രീമതി ലെക്സി ബിജോയ്, യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ ടി എക്സ് ജോസഫ്, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സെൻറ്റ് ജോൺസ് ഇടവകയിൽ നിന്ന് എത്തിയിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം. നീണ്ട 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സെൻറ്റ് ജോൺസ് യൂണിറ്റ് നടത്തുന്ന വാർഷികം ഏവരും സന്തോഷത്തോടെ കാത്തിരിക്കുന്ന ഒന്നാണ്. 2020 മുതൽ കോവിഡ് എന്ന മഹാമാരിയിൽ ലോകം വിറങ്ങലിച്ച് നിന്നതിനാൽ നമുക്ക് ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാനോ കുടുംബ കൂട്ടായ്മകൾ സംഘടിപ്പിക്കാനോ കഴിഞ്ഞില്ല. അതിനാൽ ഒന്നിടവിട്ട വർഷങ്ങളിൽ നടത്തി വന്നിരുന്ന നമ്മുടെ വാർഷികങ്ങൾ നടത്താൻ സാധിച്ചില്ല. ഇപ്പോൾ ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായി സെൻറ്റ് ജോൺസ് യൂണിറ്റിൻ്റെ കഴിഞ്ഞ 1 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കാൻ അവസരം നൽകിയ ദൈവത്തിന് നന്ദി പറയുന്നു. 2024 മാർച്ച് 16-ാം തീയതി ശ്രീ ജോസഫ് സേവ്യർ തുടിനായിലിൻ്റെ വസതിയിൽ ചേർന്ന യോഗത്തിൽ വെച്ച് യൂണിറ്റിൻ്റെ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുകയുണ്ടായി. യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ ജോസഫ് സേവ്യർ, വൈസ് പ്രസിഡന്റ് ശ്രീമതി ഹണി ജേക്കബ്, സെക്രട്ടറി ശ്രീമതി റീന ജോസ്, ജോയിൻറ്റ് സെക്രട്ടറി ശ്രീമതി ലിസി ജോൺ, ട്രഷറർ ശ്രീമതി സിബി ജോസ് എന്നിവരാണ്. ഇടവക മധ്യസ്ഥൻ്റെ നാമത്തിലുള്ള സെൻറ്റ് ജോൺസ് യൂണിറ്റിന് കരുത്ത് നൽകാൻ ചുമതലപ്പെട്ടവർ. യൂണിറ്റിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് കമ്മിറ്റി അംഗങ്ങളായി ശ്രീ വിൻസെൻ്റ് ജോൺ, ഫെബിൻ ജോയ്, ഷീന ജോയ്, ആൻസി ജോബി എന്നിവരെയും തിരഞ്ഞെടുത്തു. തദവസരത്തിൽ യൂണിറ്റിനെ ഇതുവരെ നയിച്ചുകൊണ്ടിരുന്ന മുൻ ഭാരവാഹികളെ നന്ദിയോടെ സ്മരിക്കുന്നു. കുടുംബ യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങളും പിന്തുണയും നൽകിയിട്ടുള്ള ചെയർമാൻ ബഹുമാനപ്പെട്ട ജോസ് പാറപ്പുറം അച്ഛനും, വൈസ് ചെയർമാൻ ശ്രീ ജോസ് അലക്സിനും, ജനറൽ സെക്രട്ടറി ശ്രീ ജെയ്സ് ജോണിനും കുടുംബങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്കായി
ബൈബിൾ ക്വിസ് നടത്തുന്ന ബഹുമാനപ്പെട്ട മദറിനും സിസ്റ്റേഴ്സിനും സെൻറ് ജോൺസ് യൂണിറ്റിൻ്റെ നന്ദിയും പ്രാർത്ഥനയും. കൂടാതെ കേവലം 3 മാസം നമ്മുടെ ഇടവകയിൽ സേവനം ചെയ്ത ബഹുമാനപ്പെട്ട പോൾ കോട്ടയ്ക്കൽ അച്ഛനെയും പ്രത്യേകം സ്മരിക്കുന്നു. കുറഞ്ഞ സമയം കൊണ്ട് അച്ഛൻ വിലപ്പെട്ട അനവധി നിർദ്ദേശങ്ങൾ നമുക്ക് നൽകുകയുണ്ടായി. 2024-25 കാലഘട്ടങ്ങളിൽ 8 പൊതുയോഗങ്ങളും 7 കമ്മിറ്റി മീറ്റിങ്ങുകൾ നടത്തുകയുണ്ടായി. അതിന് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിത്തന്ന കുടുംബങ്ങൾക്ക് നന്ദി പറയുന്നു. 2024-25 മാർച്ച് മാസത്തെ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ തിരുനാളും വിശുദ്ധ ഗീവർഗീസ് പുണ്യാളൻ്റെ തിരുനാളും യൂണിറ്റിൽ നിന്ന് സജീവ സാന്നിധ്യമുണ്ടായിരുന്നു. ഇടവക വാർഷിക ദിനത്തിൽ കലാപരിപാടികൾ അവതരിപ്പിച്ച അംഗങ്ങൾക്ക് പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകുകയുണ്ടായി. ശ്രീ ജോൺസൺ ഔസേപ്പ് പഴമ്പള്ളിയുടെ വസതിയിൽ വെച്ച് ഓണാഘോഷ പരിപാടികൾ നടത്തുകയുണ്ടായി. ഒക്ടോബർ മാസത്തെ കൊന്ത നമസ്കാരത്തിൽ ഇടവക ദേവാലയത്തിലും കാട്ടിക്കുന്ന് ദേവാലയത്തിലും യൂണിറ്റിൻ്റെ സജീവ സാന്നിധ്യമുണ്ടായിരുന്നു. കൂടാതെ പൂത്തോട്ട കപ്പേളയിലും കൊന്ത നമസ്കാരം നടത്തുകയുണ്ടായി. ഒക്ടോബറിൽ ഇടവകയിൽ നടത്തപ്പെട്ട നേതൃത്വ പരിശീലന പരിപാടിയിൽ നമ്മുടെ യൂണിറ്റിൽ നിന്നും 9 പേർ പങ്കെടുത്തു. ഇടവക തലത്തിൽ നടത്തിയ ലോഗോസ് ക്വിസ് മത്സരത്തിൽ നമ്മുടെ യൂണിറ്റിൽ നിന്നും ശ്രീ കുര്യൻ ജോയ് പഴമ്പള്ളി, ശ്രീമതി പുഷ്പി ടെല്ലസ് പഴമ്പള്ളി, ശ്രീമതി ലിസി ജോൺ തുടിയനായിൽ, ശ്രീമതി ജാൻസി സേവ്യർ തോട്ടുങ്കത്തറ എന്നിവർ മികച്ച വിജയം കരസ്ഥമാക്കി. ഇടവക തലത്തിൽ നടത്തിയ ഫാമിലി ബൈബിൾ ക്വിസിൽ ശ്രീമതി ലിസി ജോൺ ആൻഡ് ഫാമിലി 3ാം സ്ഥാനം കരസ്ഥമാക്കി. ഈ വർഷത്തെ ക്രിസ്തുമസ് ആഘോഷം ശ്രീ കുര്യൻ ജോയ് പഴമ്പള്ളിയുടെ വസതിയിൽ വെച്ച് നടത്തുകയുണ്ടായി. ക്രിസ്തുമസ് കരോൾ പ്രായഭേദമന്യേ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഭംഗിയായി നടത്തി. 2025 ജനുവരിയിലെ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും വിശുദ്ധ അന്തോണിസിൻ്റെയും തിരുനാളിന് നമ്മുടെ യൂണിറ്റിൽ നിന്നും എല്ലാവരും സജീവമായി പങ്കെടുക്കുകയും സംഭാവനകൾ നൽകുകയും ചെയ്തു. ഫെബ്രുവരിയിൽ കാട്ടിക്കുന്ന് ദേവാലയത്തിലെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ തിരുനാളിൽ യൂണിറ്റിൽ നിന്നും സജീവ പങ്കാളിത്തം ഉണ്ടായിരുന്നു. തദവസരത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ കഴുന്ന് എല്ലാ ഭവനങ്ങളിലേക്കും ഭക്തിയാദരപൂർവ്വം കൊണ്ടുവരികയുണ്ടായി. ഫെബ്രുവരി 26-ാം തീയതി ബഹുമാനപ്പെട്ട വികാരി ജോസ് പാറപ്പുറം അച്ഛൻ്റെയും ബഹുമാനപ്പെട്ട ജോൺ ചക്കനാട്ടച്ഛൻ്റെയും പൗരോഹിത്യ ജൂബിലി ഇടവകയിൽ സാഘോഷം വിപുലമായ പരിപാടികളോട് നടത്തുകയുണ്ടായി. തദവസരത്തിൽ നമ്മുടെ ഇടവകയിൽ ജൂബിലി ആഘോഷിക്കുന്ന ദമ്പതികളെയും ആദരിച്ചു. നമ്മുടെ യൂണിറ്റിൽ നിന്നും ശ്രീ ജേക്കബ് ജോർജ്, ഹണി ജേക്കബ് ദമ്പതികളെയും ആദരിച്ചു. പ്രസ്തുത പരിപാടിയിൽ യൂണിറ്റിൽ നിന്നും എല്ലാവരുടെയും സഹകരണം ലഭിച്ചു. സിൽവർ ജൂബിലി ആഘോഷിച്ച നമ്മുടെ യൂണിറ്റിലെ ജേക്കബ് ജോർജിനെയും ഹണി ജേക്കബിനെയും യൂണിറ്റിൻ്റെ പേരിൽ ജൂബിലി മംഗളങ്ങൾ ആശംസിക്കുന്നു. ഏപ്രിൽ മാസത്തിൽ ശ്രീ ജേക്കബ് ജോർജിൻ്റെ ഭവനത്തിൽ നടന്ന മീറ്റിംഗിൽ ഭക്തിസാന്ദ്രമായ കുരിശിൻ്റെ വഴി നടത്തുകയുണ്ടായി. ഈ വർഷം സെൻറ് ജോൺസ് യൂണിറ്റിൽ നിന്നും കർത്തൃസന്നിധിയിലേക്ക് എടുക്കപ്പെട്ട ശ്രീമതി ഏലിക്കുട്ടി സേവ്യർ തുടിയനായാലും ശ്രീമതി മേരി ഔസേപ്പ് പഴമ്പള്ളിക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഈ പ്രവർത്തന വർഷത്തിൽ സെൻറ് ജോൺസ് കുടുംബ യൂണിറ്റിൽ നടന്നുവന്ന പ്രവർത്തനങ്ങളുടെ രത്നച്ചുരുക്കം മാത്രമാണ് ഈ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ളത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് സഭാസമക്ഷം സമർപ്പിക്കുന്നു. താങ്ക് യു റീന. സമ്മേളനത്തിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനത്തിന് നമ്മുടെ ബഹുമാനപ്പെട്ട വികാരിയും സെൻട്രൽ കമ്മിറ്റി ചെയർമാനുമായ ജോസ് പാറപ്പുറം അച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയ ബഹുമാനപ്പെട്ട ജിജനച്ച, പ്രിയ അധ്യക്ഷൻ, വൈസ് ചെയർമാൻ, അധ്യക്ഷവേദിയിലെ സുഹൃത്തുക്കളെ, സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇടവകയുടെ മധ്യസ്ഥനായ സെയിൻറ്റ് ജോൺ ബാപ്റ്റിസ്റ്റിൻ്റെ നാമധേയത്തിലുള്ളതാണ് ഈ യൂണിറ്റ്. അത് നമുക്ക് ഏറ്റവും അഭിമാനകരമായൊരു വസ്തുത കൂടിയാണ്. അപ്പോൾ അത് ഏറ്റവും ഭംഗിയായിട്ട് തന്നെ നടത്താനായിട്ട് നിങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ട്. ഏതാണ്ട് നല്ലൊരു ദൂരം ഡെക്കറേഷനൊക്കെ ഉണ്ട്. നമുക്ക് എന്തോ പരിപാടി ഇവിടെ നടക്കുന്നുണ്ടെന്നുള്ളത് മെയിൻ റോഡിൽ നിന്നാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ആ പരിപാടികൾക്കൊക്കെ നേതൃത്വം നൽകിയവർക്ക് പ്രത്യേക അഭിനന്ദനം. നമ്മൾ സാധാരണ പരിപാടികളൊക്കെ നടത്തുമ്പോൾ ചിലപ്പോൾ മറന്നു പോകും പല കാര്യങ്ങളും. ദീപശിഖ തെളിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ ദീപശിഖ കെടാതെ മുമ്പോട്ട് പോകട്ടെ എന്നൊക്കെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടായിരിക്കും പോകുന്നത്. എങ്കിലും ചിലപ്പോൾ ഏറ്റവും മുമ്പേ പോയ ദീപശിഖ പിടിച്ചേക്കണ ആളുടെ ദീപം തെളിയിക്കാൻ മറന്നുപോയി കാണും. അപ്പോൾ നമുക്ക് അങ്ങനെ വരാൻ പാടില്ല. നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് ഭംഗിയായിട്ട് മുമ്പോട്ട് പോവുക. ഈ യൂണിറ്റ് നിങ്ങളുടെ കഴിവിന് പരമാവധി നിങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ വിജയം തന്നെയാണ്. എപ്പോൾ വന്നാലും ആൾക്കാരും ഉണ്ട്. ഞായറാഴ്ചയായാലും
ഇടദിവസമായാലും ഇച്ചിരി അസമയമായാലും കുഴപ്പമില്ല, എങ്ങനെയായാലും വരും. അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ ആ കുട്ടികളുടെ കലാപരിപാടികളാണേലും ഇവിടെ നന്നായിട്ട് നടത്താറുണ്ട്. അങ്ങനെ അവർക്ക് ഒരു നല്ല വേദിയാണ് ഈ കുടുംബ കൂട്ടായ്മ. കുടുംബാംഗങ്ങളെ ഒരുമിച്ച് കൂട്ടാൻ, അവരുടെ പ്രശ്നങ്ങൾ അറിയാനായിട്ട്, അതുകൂടാതെ നമ്മുടെ കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം നിലനിർത്താനായിട്ട് ഇതുപോലെയുള്ള യോഗങ്ങൾ നമുക്ക് എപ്പോഴും ആവശ്യമാണ്. ഇപ്പം നമ്മുടെ കുടുംബത്തിലൊക്കെ സമാധാനം ഉണ്ടാകണമെങ്കിൽ അത് വേണം. ചില കുടുംബത്തൊക്കെ ചെന്നാൽ നമുക്കറിയാം എന്നും വഴക്കും ബഹളമൊക്കെയാണ്, തല്ലുപിടുത്തോ ഇടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു കുടുംബത്തിൽ ഒരു ചേടത്തിയുടെ ഒരു സങ്കടമെന്നും പറഞ്ഞൊരു മാസികയിൽ കണ്ടതാണ്. അപ്പോൾ ആ ചേടത്തി ഒരുപാട് ജോലിയെടുക്കുന്ന ആളാണ്. അപ്പോൾ അവസാനം അവർ ചെന്ന് ഭർത്താവിനോട് പറയുകയാണ്, പുള്ളി താമസിച്ചാണ് വന്നത്. അപ്പോൾ എല്ലാ ദിവസവും പുള്ളിയൊക്കെ കിടക്കുന്നതിന് മുമ്പ് 2 ഇടിയൊക്കെ കൊടുത്തിട്ടേ കിടക്കുള്ളൂ. കുടിച്ചിട്ട് വന്നിട്ട് പുള്ളിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ കാരണം ചേടത്തി പറഞ്ഞു, എൻ്റെ പണിയൊക്കെ തീർന്നു, ഇടിക്കുന്നുണ്ടെങ്കിൽ ഇടിക്ക്, എനിക്ക് കിടക്കണമെന്ന്. കാരണം ഉറക്കത്തിൽ നിന്ന് വിളിച്ചെണീപ്പിച്ച് ഇടിക്കരുത്, അതുകൊണ്ട് ഇടിക്കുന്നുണ്ടെങ്കിൽ ഇടിക്ക്, എനിക്ക് കിടക്കണമെന്ന്. അപ്പോൾ ആ രീതിയിൽ എല്ലാ ദിവസവും ബഹളമുള്ള വീടാണ്. ഇപ്പം നമ്മുടെ കുടുംബത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാകാതെ സ്നേഹത്തിൽ മുമ്പോട്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കുക. മാതാപിതാക്കന്മാരുടെ ആ സ്നേഹവും കൂട്ടായ്മയാണ് മക്കളിൽ കാണുന്നത്. അവർ നന്നായിട്ട് പഠിക്കാനും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യാനും അവർക്ക് സാധിക്കുന്നത് വീട്ടിലെ സ്നേഹ കൂട്ടായ്മയാണ്. ഇപ്പം നമുക്ക് ഓരോരുത്തർക്കും ഓരോ ജോലിയുണ്ട്, അത് ഭംഗിയായിട്ട് ചെയ്യുക. ആരുടെ ജോലിയാണ് കൂടുതൽ മഹത്വം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പുൽക്കൂട്ടിൽ ഭുജാതനായ യേശുവിൻ്റെ അടുത്ത് പോലും അവിടെ തർക്കമുണ്ടായിരുന്നു. അപ്പോൾ പശു പറഞ്ഞ ആദ്യമാണ് ഞാനാണ് ഇതെല്ലാം കണ്ടത്, പുൽക്കൂടും കാര്യങ്ങളും എല്ലാം. അപ്പോൾ ആട് പറഞ്ഞ് ഇതിൻ്റെയൊക്കെ ശബ്ദം കേട്ടത് ഞാനാണ്. അപ്പോൾ കഴുത പറഞ്ഞ് പലരും കണ്ടു, പലരും കേട്ടു, പക്ഷെ കൊണ്ടു നടന്നത് ഞാനാണെന്ന്. പക്ഷേ എല്ലാവർക്കും ഉണ്ട് അവരവരുടെ റോള് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് ഭംഗിയാക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അപ്പോൾ നമുക്ക് പലർക്കും പല ജോലിയുണ്ടാകും, കാര്യങ്ങളുണ്ടാകും. എങ്കിൽ പോലും നല്ല രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം കൊണ്ടുപോകണമെങ്കിൽ നല്ല മനസ്സ് വേണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ത്യാഗമനുഷ്ഠിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ ഏത് ജീവിതവും ധന്യമാക്കുക, കുടുംബജീവിതമായാലും ഏത് ജീവിതമായാലും. അപ്പോൾ അങ്ങനെ നല്ല മാതൃക മക്കൾക്ക് കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ അവർ ഏറ്റവും അഭിമാനത്തോടു കൂടി അവരുടെ അപ്പനെയും അമ്മയും എന്നും ഓർക്കും. അത് നമുക്ക് തീർച്ചയായിട്ടും ഒരു മനസ്സിന് സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. അപ്പോൾ ആ ആത്മഹത്യാ പ്രവണതയും തല്ലുപിടുത്തമൊക്കെ ഉള്ള വീടുണ്ട്. ഞാനിരുന്നൊരു വീട്ടിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഇടവകയിൽ. അവിടെ ഇന്നും തല്ലുപിടുത്തവും ബഹളമൊക്കെയാണ്. അപ്പോൾ ആ ചേടത്തി ഇടയ്ക്ക് വന്ന് പറയും, അച്ഛാ ഈ വീട്ടിലെ ജോലി മുഴുവനും എടുക്കണം, അത് കഴിഞ്ഞ് അയാൾ വന്നു കഴിഞ്ഞാൽ രാത്രി തല്ലുപിടുത്തവും ഇടിയൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ ചേടത്തിയെ കണ്ടപ്പോൾ, ചേടത്തിയുടെ നല്ല സൈസ് ആളാണ്. അപ്പോൾ പുള്ളിക്കാരത്തോട് ഞാൻ പറഞ്ഞു, ചേടത്തി അതിനെ പേടിക്കുന്നത് എന്തിനാ, ഒന്ന് കൈ വീശിയാൽ മതി, പുള്ളി പേടിച്ചിട്ട് വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസം അയാൾ നല്ല വിളിച്ചുകൊണ്ട് വന്നേക്കുവാണ്, ചേടത്തി എന്നെ തല്ലി അച്ഛൻ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ചേടത്തിനെ വിളിച്ച് ചോദിച്ചു, ചേടത്തി ഞാൻ ചേടത്തിയോട് തല്ലാൻ പറഞ്ഞതെന്ന് ചോദിച്ചു. ഇല്ല, അച്ഛൻ കൈ വീശാനാ പറഞ്ഞേ, ഞാൻ കൈ വീശിയുള്ളൂ, അയാൾ ബാലൻസ് തെറ്റി വന്ന് കയറിയതാണ്, ഒറ്റയടിക്ക് വീണു. പിന്നെ ഞാൻ പറഞ്ഞു, അതായാലും ചേട്ടൻ പുറത്ത് പറയണ്ട, ചേട്ടൻ അങ്ങോട്ട് അടിച്ചെന്ന് തന്നെ പറഞ്ഞാൽ മതി, ഇല്ലേ മോശമെന്ന് പറയും. അപ്പോൾ അയാൾ പിന്നെ സന്തോഷമായിട്ട് പോയി. അപ്പോൾ നമ്മുടെയൊക്കെ പല കുടുംബങ്ങളിലും ഉണ്ട് ആ പ്രശ്നമൊക്കെ. വേറൊരു ഇടവയിൽ ഒരാൾ നന്നായിട്ട് കുടിക്കുന്ന ആളാണ്, കുടുംബത്തിൽ ഒരു ഉപകാരം ചെയ്യില്ല. അപ്പോൾ ആ പുള്ളിക്കാരൻ ആത്മഹത്യ ചെയ്യണമെന്ന് പറഞ്ഞ് പല പ്രാവശ്യം പറഞ്ഞു. അപ്പോൾ ആത്മഹത്യ തെറ്റാണ്, മക്കളൊക്കെ ഉള്ളതാണ്, അവരുടെ ഭാവിയൊക്കെ നോക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഉപദേശം കൊടുത്തിട്ട് അയാൾക്കൊരു പ്രയോജനമില്ല. അയാൾ പറഞ്ഞു എനിക്ക് ആത്മഹത്യ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം ഞാനോർത്ത് ഇത് പിടിയെന്ന് പറഞ്ഞ് അയാൾ പോകില്ല. ഞാൻ പിന്നെ അവസാനം പറഞ്ഞു, എടോ ആണുങ്ങൾക്കൊരു വാക്കേ ഉള്ളൂ, ഇതിപ്പോൾ ഇയാൾ എന്നോട് തന്നെ 8-10 പ്രാവശ്യം ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു. പറഞ്ഞാൽ കാര്യങ്ങൾ നടത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ അച്ഛനൊഴിവെന്ന് പുള്ളി ഉടനെ ശവാടക്കിന് എന്നാ ഒഴിവെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നാളെ ഞായറാഴ്ചയാണ്, ഇവിടെ തിരക്കാം, പറ്റില്ല, തിങ്കളാഴ്ച ഒരു 8:30 കുഴപ്പമില്ല എന്ന്. എന്നിട്ട് അയാൾ ആ കടയിലൊക്കെ പോയി പറഞ്ഞു, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞത് തിങ്കളാഴ്ച 8:30 ഒഴിവുണ്ടെന്നാണ്. സങ്കടം അതല്ല, അയാൾ കൃത്യസമയത്ത് തൂങ്ങിച്ചെത്തും തിങ്കളാഴ്ച 8:30. എനിക്കത് വലിയ വിഷമമായിപ്പോയി. കാരണം ശവാടക്കിന് പോകാൻ പോലും മനസ്സ് സമ്മതിക്കില്ലായിരുന്നു. നമ്മൾ വെറുതെ പറഞ്ഞതാണ്. അയാൾ കടയിലും പറഞ്ഞു, നിങ്ങളുടെ കാശോ വല്ലോ കടമൊക്കെ ഉണ്ടെങ്കിൽ തീർത്തോ. ഞാൻ ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു 8:30 ഒഴിവുണ്ടെന്നാണ്. ഈ എന്ത് ചെയ്യും? അപ്പോൾ കൃത്യമായിട്ട് പാലിച്ചു. അപ്പോൾ നമ്മൾ മദ്യപന്മാരുടെ ഒരു ശല്യമാണത് അല്ലേ? തീർച്ചയായിട്ടും ഓർമ്മക്കുറവ് കൊണ്ട് ചെയ്തതൊന്നും അല്ല. അയാൾ ആ കുടുംബത്തിന് പരമായിരുന്നു, പക്ഷേ ഇപ്പോൾ അയാളുടെ ഭാര്യയ്ക്ക് ജോലി കിട്ടി, ആ കുടുംബം നല്ല നിലയിൽ പോവുകയാണ്. അപ്പം നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇതുപോലെ മദ്യപാന ആസക്തി കൊണ്ടൊക്കെയാണ്.
ഈ ഭാഗത്തൊക്കെ നമുക്കതിന് അധികം ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ പ്രാർത്ഥനാ കൂട്ടായ്മയുള്ള വീടുകളാണെങ്കിൽ അവിടെയൊക്കെ നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പല കുടുംബങ്ങളിലും അതില്ല. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ എല്ലാ വീടുകളിലും കൃത്യമായിട്ട് പ്രാർത്ഥന കേൾക്കുമായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. പിന്നെ ഒരിടയ്ക്ക് പവർ കട്ട് ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ പ്രാർത്ഥനയുടെ സമയം KSCB നിശ്ചയിക്കുന്നത്. എപ്പോഴാണ് കറണ്ട് പോകണമെന്ന് വെച്ചാൽ അപ്പോഴാണ് പ്രാർത്ഥന. അതനുസരിച്ചാണ് അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ ആ രീതിയിലൊക്കെ ചെയ്യാതെ കൃത്യമായിട്ട് ആ പ്രാർത്ഥനയില്ലേ, അപ്പനും അമ്മയ്ക്കൊക്കെ സ്തുതിയില്ലേ, കുടുംബകാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് സന്തോഷത്തോടു കൂടി പര്യവസാനം എന്നുള്ളത് പറയുന്നത് അതാണ്. അപ്പോൾ അതൊരു സ്നേഹ കൂട്ടായ്മ നമുക്കവിടെ നിലനിർത്താൻ പറ്റും. ഇത് തമ്മിൽ ഒരു സ്നേഹവും ഇല്ല, വഴക്കുമായിട്ടിരിക്കുന്ന പവർ കട്ട് ഇഷ്ടപ്പെടുന്ന പലരും ഉണ്ട്. കാരണം തമ്മിൽ വഴക്കുള്ളവർ മുഖം കണ്ടുകൊണ്ട് ചോറിനുണ്ടായി ഇരട്ടത്തിരുന്ന് കഴിക്കാം. അപ്പോൾ അത് അവർക്കതൊരു അനുഗ്രഹമായിട്ടാണ് തോന്നണേ പവർ കട്ട്. അപ്പോൾ ആ രീതിയിൽ തമ്മിൽ മിണ്ടാതിരിക്കുന്നവരല്ല നമ്മൾ. സ്നേഹത്തോടു കൂടി മുമ്പോട്ട് പോവുക, ആ പിള്ളേരൊക്കെ ആയിട്ട് യോജിച്ച് പോവുക. അവരുടെ ഭാഗത്തൊക്കെ എന്തെങ്കിലും കുറ്റവും കുറവൊക്കെ ഉണ്ടാവും, അത് തിരുത്തി നല്ല മാതൃകയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. ചിത്രകാരനായ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നത് അയാൾ നന്നായിട്ട് പടം വരയ്ക്കാൻ കാരണം അയാളുടെ അമ്മയാണ്. കാരണം ഒരു ദിവസം ഏതോ കാരണവശാൽ ആ കൊച്ചിനൊരു അബദ്ധം പറ്റി, നല്ലൊരു പേപ്പറിൽ മഷിക്കുപ്പി മറിഞ്ഞു വീണു. പക്ഷേ അതിനാകപ്പാടെ വിഷമമായെങ്കിൽ അമ്മ അവൻ്റെ കുഞ്ഞിക്കൈയിലൊരു ബ്രഷ് പിടിപ്പിച്ച് ആ മഷി കൊണ്ട് തന്നെ നല്ലൊരു ചിത്രം ഉണ്ടാക്കി കൊടുത്തു. ആ വ്യക്തിയാണ് പിന്നീട് വലിയ അറിയപ്പെടുന്ന ചിത്രകാരനായിട്ട് മാറിയത്. അപ്പോൾ ആ അമ്മയുടെ പ്രചോദനമാണ് അവൻ ഏറ്റവും നല്ല രീതിയിൽ വളരാനായിട്ട് സാധിച്ചത്. അപ്പോൾ കുറ്റങ്ങളും കുറവുകളും ഒക്കെ നമ്മുടെ ഭാഗത്തുണ്ടാവും, കുട്ടികളുടെ ഭാഗത്തുണ്ടാവും. അതൊക്കെ തിരുത്തി കൊടുത്ത് അവരെ നല്ല മാർഗത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈ കുടുംബ കൂട്ടായ്മ അതിന് നമുക്ക് ഒരു പ്രേരണ നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിച്ചുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. മനോഹരമായ ഒരു ഉദ്ഘാടന പ്രസംഗം നടത്തിയ ജോസച്ചനെ പ്രത്യേകം നന്ദി. അധ്യക്ഷ പ്രസംഗത്തിനായിട്ട് യൂണിറ്റിൻ്റെ പ്രസിഡന്റ് ശ്രീ ജോസഫ് ഏട്ടനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സ്നേഹബഹുമാനപ്പെട്ട വികാരി അച്ഛ, ലിജിനച്ച, വൈസ് ചെയർമാൻ മിസ്റ്റർ ജോസ് അലക്സ്, കാറ്റഗിസത്തിൻ്റെ സെക്രട്ടറി ലിക്സി ടീച്ചറ്, യൂണിറ്റിൻ്റെ സെക്രട്ടറി റീന ജോസ്, കുടുംബ യൂണിറ്റിൻ്റെ വാർഷികത്തിൽ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അത് നമ്മുടെ അച്ഛൻ തന്നെ മറ്റ് യൂണിറ്റുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്യാനാണ്. അച്ഛൻ്റെ അനുവാദത്തോടുകൂടി തന്നെയാണ് ഞാനത് പറയുന്നത്. ഇപ്പോൾ അച്ഛൻ വളരെ വിശദമായിട്ട് പ്രസംഗം നടത്തി. എന്നാലും അതിനു മുമ്പ് മറ്റ് പല യൂണിറ്റുകളിൽ നിന്ന് ഞാൻ ഉൾക്കൊണ്ട 2-3 കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. അത് അച്ഛൻ്റെ ശൈലിയിൽ തന്നെ ഞാൻ അവതരിപ്പിച്ചോളാം, കൂടുതൽ സമയമൊന്നും എടുക്കില്ല. അതായത് കുടുംബ യൂണിറ്റ് എങ്ങനെ ആയിരിക്കണം, എങ്ങനെ ആവണം, എങ്ങനെ ആവരുത്, അതുപോലെ തന്നെ യൂണിറ്റിൻ്റെ നേതാക്കന്മാരും
അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം, ഇന്ന് നമ്മളുടെ അണുകുടുംബങ്ങളിൽ അല്ലെങ്കിൽ ന്യൂ ജനറേഷനിലെ കുടുംബ കൂട്ടായ്മയുടെ പ്രസക്തി, ഇതാണ് അച്ഛൻ പറഞ്ഞതിൽ നിന്ന് ഞാൻ ഉൾക്കൊണ്ടിട്ടുള്ള 4 കാര്യങ്ങൾ. ഒന്ന്, ആദ്യത്തെ കാര്യം എങ്ങനെ ആവണം എന്നുള്ളതിനെപ്പറ്റി ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ പറഞ്ഞത് എന്തായിരുന്നു എന്ന് വെച്ചെന്നാൽ, അദ്ദേഹം അതായത് അക്ബർ ചക്രവർത്തി വീരബലുമായിട്ടുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. അക്ബർ ചക്രവർത്തി വീരബലിനോട് ചോദിച്ചു, സത്യവും അസത്യവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. അക്ബർ ചക്രവർത്തി വീരബൽ പറഞ്ഞു, അത് 2 ഇഞ്ചിൻ്റെ വ്യത്യാസമാണെന്ന്. 2 ഇഞ്ചിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ നേരിൽ കാണുന്നതും ഒന്ന് കേൾക്കുന്നതുമാണ്. അതായത് നേരിൽ കാണുന്നത് സത്യവും കേൾക്കുന്നത് ഏത് തരത്തിലും വ്യാഖ്യാനിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും നേരിൽ കാണുന്ന കാര്യങ്ങൾ മാത്രം, സത്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുക, കേൾവിയിൽ കിട്ടുന്ന കാര്യങ്ങൾ അത് മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്നതാണെങ്കിൽ അത് പ്രചരിപ്പിക്കാതിരിക്കുക. അതാണ് ചെയ്യാതിരിക്കേണ്ട കാര്യം. പിന്നെ എങ്ങനെ ആവണം, എങ്ങനെ ആവരുത് എന്ന് പറയുന്നതിനെപ്പറ്റി ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞത്, അദ്ദേഹം എടുത്തത് സർ വാൾട്ടർ സ്കോട്ടിൻ്റെ ഒരു ഇതാണ്. വാൾട്ടർ സ്കോട്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ചരിത്ര നോവലിസ്റ്റായിരുന്നു, അതുപോലെ തന്നെ ചരിത്രകാരനായിരുന്നു, കവിയായിരുന്നു, നാടകകൃത്തായിരുന്നു. ഞാനത് ഗൂഗിളിൽ നോക്കി മനസ്സിലാക്കിയതാണ്. അപ്പോൾ ഇതിന് ഒരു പ്രസക്തിയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചരിത്ര നോവലിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ചരിത്രത്തിൻ്റെ അംശം അതിനകത്തുണ്ടാവണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്, ഈ നോവലിസ്റ്റ് പറഞ്ഞു വയ്ക്കുന്നത് ഇങ്ങനെയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ കൊച്ചുനാളിൽ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ 2 കുട്ടികളുണ്ടായിരുന്നു. ഒരാൾ നല്ല പഠിപ്പക്കാരായ കുട്ടികൾ. ഒന്ന് എപ്പോഴും ഫസ്റ്റ് റാങ്ക് മേടിക്കുന്നവനും, രണ്ടാമത്തവൻ സെക്കൻഡ് റാങ്ക് മേടിക്കുന്നവനും. ഈ ഫസ്റ്റ് റാങ്കുകാരൻ എന്നെ സസൂക്ഷ്മം ഈ സെക്കൻഡ് റാങ്കുകാരനെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു, അവൻ ഏത് തരത്തിലാണ് ഈ റാങ്ക് മേടിക്കാനായിട്ട് അവന് കഴിയുക എന്നത്. അപ്പോൾ അതിനകത്ത് അവൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് അവൻ അന്നന്ന് നടത്തുന്ന പാഠങ്ങൾ അവൻ പഠിക്കുന്നു. അതുകൂടാതെ അവന് മനസ്സിലാകാത്ത കാര്യങ്ങൾ മറ്റുള്ള ടീച്ചേഴ്സിൽ നിന്നും അവൻ മനസ്സിലാക്കി നല്ല രീതിയിൽ പഠിച്ച് ഹോംവർക്ക് ചെയ്തിട്ട് അവൻ ഫസ്റ്റ് റാങ്ക് നേടുന്നു. എന്നാൽ ഈ രണ്ടാമത്തവനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും അവന് ഈ ഫസ്റ്റ് റാങ്ക് നേടണം. അതിന് അവനൊരു ഇത് അന്വേഷിക്കുമ്പോഴത്തേക്ക് അവൻ സസൂക്ഷ്മം ഈ ഫസ്റ്റ് റാങ്ക് തന്നെ ശ്രദ്ധിക്കുമ്പോഴത്തേക്ക് അവൻ എപ്പോഴും ആൻസർ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ബട്ടൺസ് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇവനെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ്റെ ഹോസ്റ്റലിൽ തന്നെ ചെന്നിട്ട് അവൻ്റെ ഈ ഷർട്ടിൻ്റെ ഈ മുകളിലത്തുള്ള ബട്ടൺസ് നീക്കിക്കളഞ്ഞു. അത് ഏകദേശം അവൻ അടുത്ത ഒരു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്ന സമയത്തിൽ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് അവൻ ഒരു കിട്ടായ്മ കൊണ്ട്, ഈ ബട്ടൺസ് കിട്ടായ്മ കൊണ്ട് അവൻ അല്പം പതറി. ഒരുപക്ഷെ അവന് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള മാർക്ക് മേടിക്കാൻ പറ്റിയില്ല. പക്ഷേ മറ്റ് സെക്കൻഡ് റാങ്കുകാരൻ ഫസ്റ്റ് ആകുകയും ചെയ്തു. അത് ആണ് ചെയ്യരുതാത്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ബുദ്ധിയാണെങ്കിലും അത് കുബുദ്ധിയാണ്, അത് നിലനിൽക്കാത്തതാണ്. അതാണ് കുടുംബ കൂട്ടായ്മയ്ക്ക് വേണ്ടാത്ത രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം പറയുന്നത് എന്താണെന്ന് അറിയാമോ? യൂണിറ്റ് അംഗങ്ങളും അതായത് നേതൃത്വവുമായിട്ടുള്ള ബന്ധത്തെ പറ്റിയാണ് പറയുന്നത്. അതിന് പറയുന്നത് ഒരു കഥയാണ്. ഒരു സ്ഥലത്ത് ഒരു രാജാവ് നല്ല രീതിയിൽ രാജ്യം ഭരിക്കുകയായിരുന്നു. അപ്പോൾ ഈ രാജാവിനെ വിമർശിക്കുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനുണ്ടായിരുന്നു. അപ്പോൾ ഈ പാവപ്പെട്ട മനുഷ്യൻ രാജാവിൻ്റെ ഭരണത്തോട് അത്ര യോജിപ്പ് കാണിക്കുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഒരു ചാക്ക് അരിയും ഒരു പാത്രം പഞ്ചസാരയും ഒരു സഞ്ചി നിറയെ സോപ്പ് പൊടിയൊക്കെ കൊടുത്തു വിട്ടു. അപ്പോൾ ഈ പാവപ്പെട്ട മനുഷ്യൻ അത് വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. അതിനുശേഷം ഈ പാവപ്പെട്ട മനുഷ്യൻ ഇതെന്ത് ആണ് ഈ രാജാവ് തനിക്ക് വേണ്ടിയിട്ട് ഇത്രയും നല്ല ഒരു പ്രസൻറ്റേഷൻ തന്നതിനെന്ന് പറഞ്ഞ് എന്തിനാണെന്ന് മനസ്സിലായില്ല. അദ്ദേഹം പണ്ഡിതനായിട്ടുള്ളൊരു മനുഷ്യനോട് ചോദിച്ചു, എന്താണ് ഈ രാജാവ് കാണിക്കുന്നതിൻ്റെ അർത്ഥം? അദ്ദേഹം പറഞ്ഞു, നീ ദരിദ്രനാണ് എന്നുള്ള കാര്യം എനിക്കറിയാം, അതുകൊണ്ടാണ് നിനക്ക് ഒരു ചാക്ക് അരി തന്നത്. നിൻ്റെ വാക്കുകൾ മറ്റുള്ളവർക്ക് മിക്കവാറും തന്നെ കൈപ്പേറിയതാണ്. നീ പലരെയും കുറ്റം പറയാറുണ്ട്. അതുകൊണ്ട് അതിനെ ഒന്ന് നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പഞ്ചസാര തന്നേക്കുന്നത്. അതുപോലെ തന്നെ നിൻ്റെ ഉള്ളും പുറവും ഒന്നും അത്ര ശുദ്ധിയുള്ളതൊന്നുമല്ല, അത് വെടിപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സഞ്ചി
എന്ത് തന്നേക്കുന്നത്, സോപ്പ് പൊടി തന്നേക്കുന്നത്. ഇതാണ്. അപ്പോൾ അത് മനസ്സിലാക്കുന്ന ഒരു രാജാവ് ആയിരിക്കണം നമ്മളുടെ കുടുംബ യൂണിറ്റുകളുടെ നേതൃത്വം വഹിക്കുന്നവർ. അത് ചെന്ന് കുടുംബത്തിലുള്ളവരെ പറ്റി, കുടുംബ അംഗങ്ങളെപ്പറ്റി അതുപോലെ മനസ്സിലാക്കണമെന്നാണ് നമ്മുടെ ചെയർമാൻ നമ്മളിവിടെ ഉത്ബോധിപ്പിക്കുന്നത്. ഇനി അടുത്തൊരു കാര്യം വരുന്നു. പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ തലമുറയിൽ നമ്മളുടെ കുട്ടികൾ എങ്ങനെ വളർത്തണം, അല്ലെങ്കിൽ നമ്മളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെ കൂട്ടായ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും. അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് ഇങ്ങനെയാണ്: ഇന്നത്തെ കുട്ടികളൊക്കെ വളരെ നമ്മളെക്കാളൊക്കെ ബുദ്ധിമാന്മാരാണ്. അദ്ദേഹം ഒരു തമാശ പറഞ്ഞു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അധ്യാപകൻ ഒരു ക്ലാസ്സിൽ ചെന്നിട്ട് ഒരു കുട്ടിയോടൊരു ചോദ്യം ചോദിച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ഒരു പശുവുണ്ട്, അതിന് 5000 രൂപ, ഒരാടുണ്ട്, അതിന് 2000 രൂപ, ഒരു കോഴിയുണ്ട് 250 രൂപ, എന്നാൽ എൻ്റെ വയസ്സ് എത്രയാണ്? അവിടെ തന്നെ മിടുക്കനായ കൂട്ടൻ ഈ പയ്യൻ എന്നിട്ട് പറഞ്ഞു 48 വയസ്സെന്ന്. അപ്പോൾ എടാ, അതത്ര കൃത്യമായിട്ട് എങ്ങനെ നിനക്ക് പറയാൻ സാധിച്ചു എന്ന് ഈ അധ്യാപകൻ ചോദിച്ചു. അപ്പോൾ അത് ഈ കുട്ടി പറഞ്ഞത് ആൻസർ എന്താണെന്നറിയാമോ? എൻ്റെ നാട്ടിലും സാറേ ഇതുപോലൊരു വട്ടനുണ്ട്, അത് അരവട്ടനാണ്, സാറ് മുഴുവട്ടനാണ്, അതുകൊണ്ടാണ് ഞാൻ 48 പറഞ്ഞത്. ഈ അരവട്ടൻ്റെ വയസ്സ് 24, അപ്പോൾ സാറ് മുഴുവട്ടനാണ്, അതുകൊണ്ടാണ് 48 വയസ്സെന്ന് പറഞ്ഞത്. അപ്പോൾ അതുപോലെയാണ് ഇന്നത്തെ പിള്ളേരുടെ നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് കിട്ടുന്ന മറുപടി. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, അതായത് നമ്മളുടെ കുഞ്ഞു കുട്ടികൾ നമ്മൾ ദൈവത്തിനെ ചേർത്ത് നിർത്തി അവരെ കൊണ്ടുപോവുക. അവർ ദൈവത്തെ സ്നേഹിക്കുന്ന മക്കൾ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കും. മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുന്ന കുട്ടികൾ അവരുടെ അധികാരികളെ ബഹുമാനിക്കും. ആ അധികാരികളെ ബഹുമാനിക്കുന്ന കുട്ടികൾ സമൂഹത്തിന് ഒരു അസറ്റായിട്ട് തന്നെ തീരും. അപ്പോൾ നമ്മുടെ കുടുംബ കൂട്ടായ്മകളിൽ മക്കൾക്ക് അതിൻ്റേതായിട്ടുള്ള സമയങ്ങളിൽ അവർക്ക് പ്രചോദനം കൊടുക്കുക, അവരുടെ ഓരോ സംശയങ്ങളും തീർത്തു കൊടുക്കുക. അത് അവരുടെ ബുദ്ധിക്കനുസരിച്ചിട്ടുള്ള അവർക്ക് കിട്ടുന്ന അവസരങ്ങൾ. ഇപ്പോൾ കുടുംബ കൂട്ടായ്മയിൽ അതിനകത്ത് നമ്മൾ ഒരു കൂട്ടായ്മ എന്താണെന്നും ഒരു അണുകുടുംബം എന്താണെന്നും പിള്ളേർക്ക് മനസ്സിലാവണം. അതാണ് ഒരു കൂട്ടായ്മയിൽ നിന്ന് തന്നെ അവർ കൊച്ചുനാളിലെ പഠിക്കേണ്ടതായിട്ടുള്ള കാര്യം. ഈ 4 കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളുടെ ചിന്തയിൽ വെച്ചുകൊണ്ട് ഇത് എൻ്റേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷനുമില്ല. ബഹുമാനപ്പെട്ട നമ്മളുടെ ചെയർമാൻ അച്ഛൻ്റെതാണ് ഈ വാക്കുകൾ മുഴുവനും. അദ്ദേഹത്തിനോട് കടപ്പാട് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു ജോസഫ് ഏട്ടാ. ആശംസ അർപ്പിക്കുന്നതിന് സെൻട്രൽ കമ്മിറ്റി വൈസ് ചെയർമാൻ ശ്രീ ജോസ് അലക്സേട്ടനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്നത്തെ യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ചെയർമാൻ പ്രിയപ്പെട്ട ജോസ് പാറപ്പുറച്ചൻ, ബഹുമാനപ്പെട്ട ലിജിൻ ചക്കനാട്ടച്ചൻ, ഈ സെൻറ്റ് ജോൺസ് കുടുംബ കൂട്ടായ്മയുടെ അധ്യക്ഷൻ ജോസഫ് ചേട്ടൻ, നമ്മുടെ കാറ്റഗിസം കോർഡിനേറ്റർ ശ്രീമതി ലെക്സി ബിജോയ്, യൂണിറ്റിൻ്റെ സെക്രട്ടറി ശ്രീമതി റീന ജോസഫ്, മറ്റ് ഇടവകയിൽ പ്രവർത്തിക്കുന്ന മറ്റ് യൂണിറ്റുകളിൽ നിന്ന് വന്നെത്തിയിട്ടുള്ള നേതാക്കന്മാരെ, സെൻറ്റ് ജോൺസ് കുടുംബ യൂണിറ്റിലെ കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. ആദ്യമേ തന്നെ എല്ലാവർക്കും ഞാൻ ഈ വാർഷികാഘോഷത്തിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുകയാണ്. നമ്മുടെ ഇടവക മധ്യസ്ഥൻ്റെ പേരുള്ള ഈ കുടുംബ യൂണിറ്റിൻ്റെ വാർഷികം അതിമനോഹരമായി ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ പരിസര പ്രദേശമാകെ ഒരു ഉത്സവ പ്രതീതി ജനിപ്പിക്കുന്ന രീതിയിൽ കൊടിത്തോരണങ്ങളാൽ അലങ്കരിതമായിട്ടാണ് ഈ വഴികളെല്ലാം നമ്മളെ സ്വാഗതം ചെയ്തത്. അപ്പോൾ ഇവിടുത്തെ ആ കുടുംബ യൂണിറ്റ് അംഗങ്ങളുടെ ഈ കുടുംബ യൂണിറ്റിൻ്റെ വാർഷികാഘോഷത്തിനോടുള്ള പ്രതിബദ്ധതയും അതിൻ്റെ ആത്മാർത്ഥതയുമാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാകുന്നത്. സെൻറ്റ് ജോൺസ് കുടുംബ യൂണിറ്റ് കഴിഞ്ഞ കാലങ്ങളിൽ ഇടവകയിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന യൂണിറ്റാണ്. ഇപ്പോഴും അല്പം പുറകോട്ട് പോയിട്ടില്ല എങ്കിലും അല്പം പുറകോട്ട് പോയിട്ടുണ്ട്, അതാണ് സത്യം. അപ്പോൾ ആ ഒരു പഴയ പാരമ്പര്യത്തിൻ്റെ ഒരു തുടക്കം ഇപ്പോൾ ഇന്ന് വീണ്ടും അതിലേക്ക് വരുമെന്നുള്ള ഒരു തുടക്കമാണ് ഈ വാർഷിക ആഘോഷം. നമുക്കറിയാം, കഴിഞ്ഞ ലാസ്റ്റ് നടന്ന ഇടവക വാർഷികത്തിലെ അന്ന് നമ്മളൊരു ഇവാലുവേഷൻ വെച്ചിരുന്നു. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് യൂണിറ്റുകളെ തിരഞ്ഞെടുത്തിരുന്നു. അന്ന് നമ്മൾ സെൻറ്റ് ജോൺസ് യൂണിറ്റായിരുന്നു ഇടവകയിലെ 1ാം വാർഷികാഘോഷത്തിൽ 1ാം യൂണിറ്റായിട്ട് തിരഞ്ഞെടുത്തത്.
അപ്പോൾ ഈ വർഷം നമ്മൾ അങ്ങനെയൊന്നും വെച്ചിട്ടില്ല. എങ്കിലും ആ സെൻറ്റ് ജോൺസ് കുടുംബ യൂണിറ്റിൻ്റെ വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളത് വളരെ സന്തോഷമുള്ളതും എല്ലാവർക്കും ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു കാര്യമാണ്. ഈ യൂണിറ്റിൻ്റെ ഭാരവാഹികളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അവർക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. ജോസഫ് പേട്ടൻ നമുക്കറിയാം, കഴിഞ്ഞ ടൈമിൽ നമ്മുടെ ഇടവകയുടെ വൈസ് ചെയർമാനായിരുന്നു. അന്ന് വാർഷികം ഉണ്ടായില്ല, എങ്കിലും എല്ലാ യൂണിറ്റിലും അദ്ദേഹം അന്ന് നമ്മളോട് സംവദിക്കാനായിട്ട് എത്തിയിരുന്നു. യൂണിറ്റ് ഇടവകയിൽ കുടുംബ യൂണിറ്റുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ഈ യൂണിറ്റിൻ്റെ പ്രസിഡൻ്റാണ്. അദ്ദേഹത്തോടൊപ്പം നമ്മുടെ ഹണിയുണ്ട്, റീനയുണ്ട്. അങ്ങനെ ഈ യൂണിറ്റിൽ ഓരോരുത്തരും, ഞാൻ പേര് എല്ലാവരുടെയും പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് പ്രധാനപ്പെട്ട 2-3 പേരുടെ പേര് ഞാൻ പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ അവർക്കൊക്കെ അവരെ ഇടവകയ്ക്ക് തരുന്ന ആ പ്രത്യേക സപ്പോർട്ടിന് ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കാനും കൂടെ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും വാർഷികാഘോഷത്തിൻ്റെ മംഗളങ്ങൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഒരു കാര്യമുള്ളത് പറയാനുള്ളത്, നമ്മുടെ സെൻട്രൽ കമ്മിറ്റിയുടെ ഒരു ലോഗോസ് ക്വിസിൻ്റെ പ്രോത്സാഹനാർത്ഥം ഒരു ക്യാഷ് അവാർഡ് കൊടുക്കുന്നുണ്ട്. അത് ഈ യൂണിറ്റിൽ നിന്ന് 4 പേരുണ്ട്. അവരുടെ പേര് യൂണിറ്റ് സെക്രട്ടറി റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. അത് സമ്മാനങ്ങൾ കൊടുക്കുന്ന സമയത്ത് കൊടുക്കുന്നതാണെന്നുകൊണ്ട് അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ജോസ് ചേട്ടാ. ആശംസ അർപ്പിക്കുന്നതിന് കാറ്റിസം സെക്രട്ടറി ലെക്സി ടീച്ചറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സോറി നമ്മുടെ ലിജിനച്ചനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട വികാരിയച്ച, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ടാതിഥികളെ, എൻ്റെ പ്രിയപ്പെട്ട സെൻറ്റ് ജോൺസ് കുടുംബാംഗങ്ങളെ, എല്ലാവരും തുടങ്ങി വെച്ചത് നമ്മുടെ ഈ യൂണിറ്റിൻ്റെ മധ്യസ്ഥനായ വിശുദ്ധ യോഹന്നാൻ മാംദാനയുടെ നാമധേയത്തിൽ തന്നെയാണ്. ഞാൻ അവിടെ നിന്ന് തന്നെ തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നു. വളരെ വൈബ്രൻ്റായിട്ടുള്ള ഒരു പ്രവാചകനായിരുന്നു വിശുദ്ധ യോഹന്നാൻ മാംദാന, സെയിൻറ്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ്. നമ്മൾ പ്രവാചകന്മാരെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ വളരെ ധീരതയോടുകൂടി ക്രിസ്തുവിനെ വഴിയൊരുക്കിയ ഒരു പ്രവാചകനായിരുന്നു. അതുപോലെ തന്നെ ആ പ്രവാചകൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു യൂണിറ്റ്, ഒരു ഇടവക, അതിൽ തന്നെ ഒരു യൂണിറ്റ് ആ ചൈതന്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നതിൽ അതെല്ലാ വശത്തും അതിൻ്റെ ആ ഒരു ചൈതന്യം, വൈബ്രൻസി പ്രകടമാണ്. നമ്മൾ ആദ്യം വൈശർമ്മൻ പറഞ്ഞ പോലെ അത് ആ വഴിയിൽ വെച്ച് തന്നെ നമുക്ക് കാണാം. അച്ഛനും അത് മെൻഷൻ ചെയ്തു. വരുമ്പോൾ തന്നെ നമുക്ക് ഫീൽ വെൽക്കംഡ്. ഞാൻ കുർബാനയിൽ പറഞ്ഞ പോലെ നമ്മൾ സ്വാഗതം ചെയ്യപ്പെടുന്നതായിട്ട് തന്നെ തോന്നുന്നു. അതും അതിൻ്റെ ആ ഒരു ഡെക്കറേഷൻ വെരി സിമ്പിൾ പക്ഷേ വെരി ബ്യൂട്ടിഫുൾ. അത് കടലാസ് പൂവാണ്, ചിലപ്പോൾ അത് ഇർക്കിലിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചതായിരിക്കും, അതിൻ്റെ അടിയിൽ പിണ്ടിയാണ്. ദർ ഈസ് നോ മച്ച് കോസ്റ്റ് അല്ലേ, അധികം നമ്മൾ ചിലവഴിച്ചില്ലെങ്കിലും. ബട്ട് അങ്ങനെ അത് ആ വഴിയരികിൽ വെച്ച് തന്നെ നമ്മൾ വളരെ നന്നായിട്ട് നിങ്ങൾ ചെയ്തു. ഒത്തിരി കൺഗ്രാജുലേഷൻസ്. വേറൊരു യൂണിറ്റിൽ കാണാത്തതായതുകൊണ്ട് ഒന്ന് എടുത്തു പറഞ്ഞതാണ്. വേറൊരു യൂണിറ്റിൽ കാണാത്ത വേറൊരു കാര്യമാണ് ഈ സ്റ്റേജ് ഡെക്കറേഷൻസ്. എല്ലാവരും തന്നെ ഒരു വൈറ്റ് തുണി കൊണ്ടാണ് സാധാരണ കവർ ചെയ്ത് വെച്ചത്. പക്ഷേ ഇത് ഞാൻ അച്ഛനോട് പറഞ്ഞു, ഒരു കപ്പയുള്ള പോലെ തന്നെ ഉണ്ട് കാണാനായിട്ട്. വളരെ ഭംഗിയായിട്ട് നിങ്ങൾ അലങ്കരിച്ചു. സോ ഇറ്റ് മേക്സ് സംതിങ് യുണീക്ക്. ഈ യൂണിറ്റിനെ വ്യത്യസ്തമാക്കുന്ന, മറ്റു യൂണിറ്റിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് ഈ യൂണിറ്റിൽ വെച്ച് തന്നെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒത്തിരി ആശംസകളും അഭിനന്ദനങ്ങളും സെൻറ്റ് ജോൺസ് കുടുംബ യൂണിറ്റിന് നേർന്നുകൊള്ളുന്നു. വൈസ് പറഞ്ഞ പോലെ പലപ്പോഴും കേട്ടിട്ടുണ്ട്, പൂത്തോട്ടയിലെ യൂണിറ്റ് വളരെ വൈബ്രൻ്റ് ആണ്, വളരെ ആക്റ്റീവാണ്, വളരെ ഊർജ്ജസ്വലമുള്ള ചെറുപ്പക്കാരുണ്ട്, അവരെല്ലാവരും ഒരുമിച്ച് നിന്ന് കാര്യങ്ങൾ നടത്തുന്നത് കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു നേർക്കാഴ്ച പോലെ എനിക്കത് കാണാൻ സാധിച്ചു. ഒത്തിരി സന്തോഷം. ഒത്തിരി നാൾ ശേഷമാണ് ഞാൻ നാട്ടിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു അവസരങ്ങളിൽ എന്നെ ക്ഷണിച്ചതിനും നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ സാധിച്ചതിലൊക്കെ ഒത്തിരി സന്തോഷം. ഒരു കാര്യം മാത്രം പറയുന്നു, നമ്മളെവിടെയാണേലും നമുക്ക് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാൻ നമ്മൾ വിളിക്കപ്പെട്ടവരാണ്. ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നത് പല രീതിയിലും പല രീതിയിലാണ്. നമ്മൾ ഒരുമിച്ച് കൂടുന്നു, കുടുംബ യൂണിറ്റ്, പ്രാർത്ഥനകൾ, നമ്മൾ വ്യക്തിപരമായിട്ട്. ഇന്ന് ഞാൻ മെട്രോയിലേക്ക് രാവിലെ ആലുവയിൽ പോയിട്ട് തിരിച്ചു വന്ന വഴിക്ക് എൻ്റെ ഓപ്പോസിറ്റ് ഇരുന്ന ഒരു ചേച്ചി ഞാൻ ശ്രദ്ധിച്ചു. ആ ചേച്ചി ഈസ് വെൽ ഡ്രസ്ഡ്, പിന്നെ എഡ്യൂക്കേറ്റഡ്. കാണുമ്പോൾ തന്നെ ഞാൻ കാണുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഷി വാസ് ഹോൾഡിങ് എ റോസറി. പുള്ളിക്കാരത്തി ഒരു കൊന്ത പിടിച്ച് ഇങ്ങനെ കൊന്ത ജപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാൻ കിട്ടുന്ന ഓരോ നിമിഷം, അത് എവിടെയാണേലും, മെട്രോയിൽ ഞാനൊക്കെ അവിടെ ഇരുന്ന് നല്ല എ സിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും എൻ്റെ മുൻപിൽ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട് ചെയ്യുന്ന ഒരു ചേച്ചി ഞാൻ കണ്ടപ്പോഴത്തേക്കും ഐ വാസ് ഫീലിംഗ് അഷെയിംഡ് ഓഫ് മൈസെൽഫ്. അല്ലെങ്കിൽ എന്നെ ചിന്തിപ്പിച്ചു അത്. ആ ചേച്ചിക്കും എന്തിൻ്റെ ആവശ്യമുള്ളത്? നല്ലതുപോലെ മറ്റുള്ളവരെ പോലെ യാത്ര ചെയ്യാം, എൻജോയ് ചെയ്യാം, പുറത്തെ കാര്യങ്ങളൊക്കെ കാണാം, അല്ലെങ്കിൽ അടുത്തുനിന്ന് ചേച്ചീനോട് എന്തെങ്കിലും ക്വസ്റ്റ്യനുകളൊക്കെ പറയാം. ബട്ട് പുള്ളിക്കാരത്തി ഒരു കൊന്ത പിടിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. തൊട്ടടുത്തൊരു യുവതി ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ഇതൊക്കെ കണ്ട് പ്രാർത്ഥിക്കാമെന്നൊക്കെ ഓർന്നു ഇങ്ങനെ നിന്നപ്പോഴത്തേക്ക് എടപ്പള്ളി വന്നു. എടപ്പള്ളി വന്നപ്പോഴത്തേക്ക് അടുത്തിരിക്കുന്ന ഒരു ചെറിയ കൊച്ച്, അവൾ കുമ്പിട്ടുകൊണ്ട് ഒരു തിരുത്തസ്തുതി പിതാവിൻ്റെയും പുത്രനും പരിശു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വേറൊരു സാക്ഷ്യം. ഇതിന് നമ്മുടെ മുമ്പിൽ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്ന, ഇത് ചെറിയ ചെറിയ കാര്യങ്ങളെ കൊണ്ട് സാക്ഷ്യം വഹിക്കുക. അപ്പോൾ എന്നെ അത് ചിന്തിപ്പിച്ചു. ഞാൻ സിവിൽ ഡ്രസ്, നോർമൽ ഡ്രസ്, അപ്പോൾ അതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്യുമ്പോഴത്തേക്കും എന്തോ ഐ വാസ് ഫീലിംഗ് മൈസെൽഫ് ഇറ്റ് വാസ് എ ടൈം ഫോർ ഇവാലുവേഷൻ. അപ്പോൾ ഒത്തിരി സന്തോഷമാണ് നിങ്ങളുടെ കൂടെ ആയിരിക്കുവാനും ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാനായിട്ട്. നമ്മുടെ ചെറിയ ഈ കൂട്ടായ്മയിലാണേലും കുടുംബത്തിലാണേലും പരിശ്രമിക്കാം. തുടർന്ന് വന്ന ഒരു ജനത, അല്ലെങ്കിൽ ഇപ്പോൾ വരുന്ന നമ്മുടെ യുവക്കൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കൈമാറി കൊടുക്കാനായിട്ട് സാധിക്കുന്ന, ഇവരൊക്കെ ഇത് കണ്ടു വളരുന്നതാണ്. നമ്മുടെ കുടുംബ യൂണിറ്റും കൂട്ടായ്മകളും നമ്മുടെ പങ്കാളിത്തവും നമ്മുടെ ബന്ധങ്ങളും നമ്മുടെ സ്നേഹവും സഹിഷ്ണുതയും കാരുണ്യമൊക്കെ കണ്ടു വളരുന്ന ഒരു മക്കളിലേക്ക് നമുക്കിതൊക്കെ കൊടുത്തു പോകാൻ കഴിയുന്നത് വലിയൊരു അനുഗ്രഹമാണ്. വിശുദ്ധ യോഹന്നാൻ മാന്താന നമുക്ക് എല്ലാവർക്കും വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കട്ടെ. താങ്ക് യു. മനോഹരമായൊരു ആശംസ പ്രസംഗം നടത്തിയതിന് താങ്ക് യു ലിജിനച്ച. അടുത്തത് സെക്രട്ടറി കാറ്റീസത്തിൻ്റെ ലെക്സി ടീച്ചറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സ്നേഹബഹുമാനപ്പെട്ട ജോസച്ച, ലിജിനച്ച, ജോസലെക്സ് വൈസ് ചെയർമാൻ, സെയിൻറ്റ് ജോൺസ് യൂണിറ്റ് പ്രസിഡൻറ്റ് TX ജോസഫ് സർ, സെക്രട്ടറി റീന, കൈക്കാരന്മാർ, മറ്റ് യൂണിറ്റിൽ നിന്ന് വന്ന ഭാരവാഹികളെ, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, ഹണി ഉച്ചയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞു ടീച്ചർ വരണം, ഒരു ആശംസ പറയണം എന്ന്. അപ്പോൾ ഞാൻ വരണുണ്ട് ഹണി, ആശംസ പറയണോ? എനിക്കൊരു മൂഡില്ല, എനിക്കൊന്നും ആലോചിച്ചിട്ട് കിട്ടണില്ല, ഞാൻ ചുമ്മാ ഇരിക്കുമല്ലേ, വയ്യാതിരിക്കുമല്ലേ. എനിക്ക് വയ്യാതിരിക്കുമായിരുന്നു. ഹണി പറഞ്ഞു ടീച്ചർ വന്നാൽ മതി. പക്ഷെ എനിക്ക് ഒന്നും ആലോചിച്ചിട്ട് ഒന്നും കിട്ടണ്ടായില്ല. എന്ത് പറയണമെന്ന് ഞാൻ കുളിക്കുകയൊക്കെ ചെയ്തിട്ട് ഒന്നും കിട്ടിയില്ല. അവസാനം പോകുന്ന വഴിക്ക് ഇവിടെ എല്ലാവരും പറഞ്ഞ യോഹന്നാൻ മാംദയുടെ ആശയം പോലും എൻ്റെ മനസ്സിൽ നിന്നും പോയിട്ടുണ്ട്. ഒന്നും അറിയില്ല, ബ്ലാങ്കായിട്ട് വന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഒരു ചെറിയ ചിന്ത, ആനുകാലികമായ ഒരു ചിന്തയാണ് എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. അതായത് ഈ അടുത്ത് നമ്മളെല്ലാവരും കണ്ട മോഹൻലാലിൻ്റെയും ശോഭനയുടെയും ഒരു സിനിമ തുടരും, ബോക്സ് ഓഫീസ് വിജയം നേടിയ തുടരും, എല്ലാവരും കണ്ടിട്ടുണ്ടെങ്കിലും കേട്ടിട്ടുണ്ടാവും. അതിനകത്തൊരു വില്ലൻ കഥാപാത്രമുണ്ട്, പ്രകാശ് വർമ്മയുടെ അതിശക്തമായ ജോർജ് സർ എന്ന കഥാപാത്രം. അദ്ദേഹം പറയുന്നുണ്ട്, ഇത് എൻ്റെ കഥയാടൂ, ഇത് എൻ്റെ കഥയാടൂ. ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ സ്വന്തം കഥയാണ്. കുടുംബവർഷം ഒരു റിന്യൂവൽ സെൻറ്ററിൽ ഒരു വർക്ക്ഷോപ്പിൽ നമ്മൾ എഴുതി തയ്യാറാക്കിയ ഒരു കഥ പിന്നെ മാധ്യമ ശ്രദ്ധ നേടുകയും മറ്റു പലരും അത് കഥകളായും കവിതയായും ഒക്കെ അവതരിപ്പിച്ച എൻ്റെ ഒരു കഥ. പക്ഷേ കഴിഞ്ഞ കുടുംബവേദിയിൽ അച്ഛനും ആ കഥ പറഞ്ഞപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് ആ കഥ പറയണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് അതെനിക്ക് ഓർമ്മ കിട്ടിയപ്പോൾ സന്തോഷമായി. ഇനി വേറെ ഒന്നും ആലോചിച്ച് പോകണ്ടല്ലോ. കഥ തുടങ്ങുന്നത് എപ്പോഴും ഒരിടത്തൊരു എന്നാണ്. ഒരിടത്തൊരു ചിത്രകാരനുണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കഥയുടെ ക്ലൈമാക്സും പിടികിട്ടിട്ടുണ്ടാവും, കാരണം കേട്ടുമറന്ന ഒരു കഥയായതുകൊണ്ട്. ആ ചിത്രകാരന്, നിങ്ങളൊരു രംഗം ഒന്ന് മനസ്സിൽ കാണുക. ചിത്രകാരൻ മോഹൻലാലും ഭാര്യ ശോഭനയും 1 വയസ്സും 4 വയസ്സുമുള്ള 2 കുട്ടികളും. നമ്മുടെ ഫ്രെയിമിൽ അത് വരട്ടെ. ചിത്രകാരൻ ഒരു ദിവസം ഭാര്യയോടും കുട്ടികളോടും യാത്ര പറഞ്ഞു പോവുകയാണ്. ഞാൻ പോവാടി, ഞാൻ ലോകത്തിലേക്കും വെച്ച് സുന്ദരമായ ഒരു വസ്തുവിൻ്റെ ചിത്രം അന്വേഷിച്ച് അത് വരയ്ക്കാനുള്ള ആ ഒരു ത്വരയോടുകൂടി പോവുകയാണ്. അപ്പം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം കിട്ടിക്കാണും. അപ്പോൾ ഭാര്യ പറഞ്ഞു, ഇപ്പം തന്നെ പോകണോ, ഓണം വെക്കേഷന് പോയാൽ പോരെ? ഭർത്താവ് പറഞ്ഞു, വേണ്ട, ഇപ്പം തന്നെ പോകണം. അദ്ദേഹം അങ്ങനെ ദീർഘയാത്രയ്ക്ക് ഒരുങ്ങി പോവുകയാണ്.
കാശ്മീർ താഴ്വരകളെ താലോലിക്കുന്ന ആ പർവ്വതനിരകളുടെ മഞ്ഞിൽ ആസ്വദിച്ചങ്ങനെ അദ്ദേഹം നടക്കുമ്പോൾ നമ്മുടെ സിനിമാ നടി നയൻതാരയെ കാണുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നയൻതാര. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ കുട്ടികൾ കൂടുതൽ ശ്രദ്ധിക്കുമല്ലോ എന്നോർത്തിട്ടാണ്. നയൻതാരയോട് ചോദിച്ചു, നീ എത്ര സുന്ദരിയാണ്, ഈ ലോകം എത്ര സുന്ദരമാണ്, നിനക്ക് എന്തുമാത്രം സുന്ദരമായ വസ്തുക്കളെ അറിയാം, ലോകത്തിലേക്കും വെച്ച് ഏറ്റവും സുന്ദരമായ വസ്തു ഏതാണ്? നയൻസ് ഒരു നാണത്തോടെ മറുപടി പറഞ്ഞു, പ്രണയമാണ്, സ്നേഹമാണ് ലോകത്തിലേക്കും വെച്ച് ഏറ്റവും സുന്ദരമായ വസ്തു. ശരിയാണ്, പ്രണയമാണ്, സ്നേഹമാണ് ലോകത്തിലേക്കും വെച്ച് സുന്ദരമായ വസ്തു. ചിത്രകാരനറിയാം, പക്ഷേ അതെങ്ങനെ വരക്കും? നമ്മൾ 1ാം ക്ലാസ് തുടങ്ങി 12ാം ക്ലാസ് വരെ ലോകം എത്ര പുരോഗമിച്ചാലും കുട്ടികൾ ഇപ്പോഴും ആഡിയനുള്ളിൽ ആരോ മാർക്കിട്ട് വരയ്ക്കുന്നത് മാത്രമാണ് പ്രണയത്തിൻ്റെ സിമ്പിള്. ഒരു പക്ഷേ ദൈവത്തിൻ്റെ ചങ്കിൽ നിന്ന് ഉതിർന്ന ചോരയിൽ നിന്നായിരിക്കുമോ ആ സിമ്പിള് വന്നതെന്ന് ഞാനെന്ന വർക്ക്ഷോപ്പിൽ ആലോചിച്ചിരുന്നു. ഒരു പക്ഷേ അതായിരുന്നു എന്നെ അത് എഴുതാൻ പ്രേരിപ്പിച്ചത്. പ്രണയം വരക്കാൻ സാധിക്കാത്തതുകൊണ്ട് ചിത്രകാരൻ യാത്രയായി. അദ്ദേഹം പിന്നെ കാർഗിൽ മലനിരകളിൽ യുദ്ധത്തിനൊരുങ്ങുന്ന മേജർ രവി എന്ന, നിങ്ങൾക്കറിയാം മേജർ രവിയെ കീർത്തി ചക്രയും കാണ്ഡഹാറും 1971 ബോർഡർ സീരീസൊക്കെ സംവിധാനം ചെയ്ത അഭിനേതാവും അതിലുപരി പട്ടാളക്കാരനുമായ മേജർ രവിയുടെ അടുത്ത് ചോദിച്ചു, മേജർ രവി, യുദ്ധത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചതിന് ശേഷമാണ് ചോദിക്കുന്നത്, മേജർ രവി, നിങ്ങൾ കണ്ടതിലും വെച്ച് ലോകത്തിലേക്കും വെച്ച് സുന്ദരമായ വസ്തു ഏതാണ്? മേജർ രവി പറഞ്ഞു, സമാധാനമാണ് ലോകത്തിലേക്കും വെച്ച് സുന്ദരമായ വസ്തു. അദ്ദേഹം വീണ്ടും നിരാശനായി. സമാധാനം എങ്ങനെ വരയ്ക്കും? എല്ലാവരും പറയുന്നു സമാധാനമില്ല, എനിക്ക് സമാധാനം മതിയായിരുന്നു, പക്ഷെ സമാധാനം എങ്ങനെ വരയ്ക്കും? നിരാശനായി അദ്ദേഹം അങ്ങനെ യാത്ര ചെയ്ത് അവസാനം ലയോപ്പ് ഒന്നാമൻ മാർപ്പാപ്പയുടെ അനുഗ്രഹം വാങ്ങിക്കാമെന്ന് പറഞ്ഞ് റോമിലേക്ക് എത്തുകയാണ്. അദ്ദേഹം ഭാഗ്യത്തിന് അദ്ദേഹത്തെ കാണുവാനും ആ മധുര മുഖത്ത് നിന്ന് ആ മൊഴി സ്വീകരിക്കാനും ഇടയായി. ചോദിച്ചു, പിതാവേ, ലോകത്തിലേക്കും വെച്ച് ഏറ്റവും സുന്ദരമായ വസ്തു ഏതാണ്? പിതാവ് മൊഴിഞ്ഞു, മാർപ്പാപ്പ മൊഴിഞ്ഞു, വിശ്വാസമാണ് ലോകത്തിലേക്കും വെച്ച് സുന്ദരമായ വസ്തു. എങ്ങനെ വരക്കും? വിശ്വാസം എങ്ങനെ വരക്കും? നിരാശനായി അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങാണ്. 3 ഉത്തരങ്ങളാണ് കിട്ടിയത്: സ്നേഹം, സമാധാനം, വിശ്വാസം. ഇത് 3ഉം അദ്ദേഹത്തിൻ്റെ വരയ്ക്കാൻ സാധിക്കത്തില്ല. അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങി. വീടിൻ്റെ ദൂരത്ത് വെച്ച് തന്നെ 2 കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. 4 വയസ്സുള്ളതും 1 വയസ്സുള്ളതുമായ കുട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഫ്രെയിമിൽ ഒരു വീട് വരിക, മോഹൻലാൽ എന്ന കഥാപാത്രം വരികയാണ്. പപ്പ എന്ന് വിളിച്ചുകൊണ്ട് മൂത്ത കുട്ടി ഒരൊറ്റ ചാട്ടത്തിന് പപ്പയുടെ മേത്തേക്ക് കയറുവാണ്. കയറി ഒക്കത്തിരുന്നു, ഉമ്മ വെച്ചു, കെട്ടിപ്പിടിച്ചു, വേണ്ട സ്നേഹപ്രകടനങ്ങളൊക്കെ നടത്തി. കൊച്ചു കുഞ്ഞ് മുട്ടിലഴഞ്ഞു വന്നു, അതിനെയും പപ്പ ഒക്കത്തിരുത്തി. ഇതെല്ലാം കണ്ട് അടുക്കളയിൽ നിർനിമേഷയായി ഭാര്യ നിൽപ്പുന്നുണ്ടായിരുന്നു. അവൾ ചേട്ടാ എന്ന് വിളിച്ചു ഓടി വന്നിട്ട് പൂണ്ടടക്കം കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ഒരു ഫീല്, തൻ്റെ ഭാര്യയുടെയും മക്കളുടെ സ്നേഹ പ്രകടനങ്ങൾക്കും ഭാര്യയുടെ വിശ്വസ്തയോടുള്ള ആ കെട്ടിപ്പിടുത്തമൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഒരു ഫീല് കൊണ്ടുവരികയാണ്. ആ ഫീലായിരുന്നു അദ്ദേഹം അവസാനം കണ്ടുപിടിച്ച ഏറ്റവും സുന്ദരമായ ചിത്രം. കുടുംബമെന്ന സുന്ദരമായ ഫീൽ, സ്നേഹവും വിശ്വാസവും സമാധാനമുള്ള തൻ്റെ മനസ്സിന് നൽകിയ നിർവൃതി. കുടുംബം എന്നത് ഒരു വികാരമായി നെഞ്ചിലേറ്റണം എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. കുടുംബം ദൈവം സ്ഥാപിച്ച, മുപ്പിരിച്ചരടിനാൽ ഭൂമിയിൽ ദൈവം സ്ഥാപിച്ച സ്വർഗമാണ് കുടുംബം. അവിടെ ഭാര്യ നല്ല മുന്തിരിവള്ളികളും മക്കള് ഒലിവ് തൈകളുമായി പ്രശോഭിക്കുന്നു. ദൈവം യോജിപ്പിച്ച ബന്ധങ്ങളെ മനുഷ്യൻ ഇന്ന് വേർതിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യമാണ് ഓരോ കുടുംബങ്ങളിലും അലയടിക്കേണ്ടത്. ഇത്രയും ഞാൻ പറഞ്ഞത് ആ ഒരു കുടുംബം, അച്ഛൻ പറഞ്ഞതും ലിയോ അച്ഛൻ പറഞ്ഞതും എല്ലാവരുടെയും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എനിക്കൊന്നും മംദാനയെക്കുറിച്ച് ഒന്നും പറയാൻ ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. കുടുംബം എന്നുള്ള സുന്ദരമായ വികാരത്തെക്കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞു നിർത്തിയത്. വീണ്ടും നമ്മൾ ആലോചിക്കുക, ഇപ്പം നമ്മുടെ ലോകം യുദ്ധത്തിൻ്റെ കൊടുമ്പിരിയിൽ പോർവിളി മുഴങ്ങുമ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്, തമ്പുരാനാണ് നമ്മുടെ പ്രത്യാശ, അവിടെ നിന്നാണ് നമ്മുടെ ആശ്രയം. നീ ധൈര്യമായിട്ടിരിക്കുക, നിൻ്റെ മുന്നിലും പിന്നിലും തമ്പുരാനുണ്ട്. നിൻ്റെ വലതുവശത്ത് 1000 മരിച്ചു വീണേക്കാം, ഇടതുവശത്ത് 10,000. നീ നടക്കേണ്ട വഴി നിന്നെ കാണിച്ചു തരും. നീ ശാന്തനായിരിക്കുക, നിൻ്റെ മുന്നേ പോയി ഞാൻ യുദ്ധം ചെയ്യും. ഇങ്ങനെയുള്ള വചനങ്ങൾ നമ്മുടെ കുടുംബത്തിലെ സമാധാനത്തിന് എന്ന പോലെ രാജ്യത്തിൻ്റെ സ്നേഹത്തിനും സമാധാനത്തിനും വേണ്ടി നാം പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മുടെ കുട്ടികളെ, നമ്മുടെ മക്കളെ, നമ്മുടെ വീടിനെ പ്രത്യാശപൂർണ്ണമാക്കാൻ ഇങ്ങനെയുള്ള വചനങ്ങൾ, ലിയോച്ചൻ പറഞ്ഞു, നമ്മളായിരിക്കുന്നിടത്ത് സുവിശേഷം പ്രസംഗിക്കേണ്ടവരാണ്. നമ്മളായിരിക്കുന്നവർക്ക് വചനം പറയുന്നത് ഇങ്ങനെ. ഈശോ ഇന്ന് വിശുദ്ധ കുദാശകളിലൂടെയും തിരുവചനങ്ങളിലൂടെയും ജീവിച്ചിരിക്കുമ്പോൾ ഈ ചെറിയ വചനങ്ങളാണ് നമ്മുടെ ജീവിതത്തിന് പ്രത്യാശയാകേണ്ടത്, അഴകാകേണ്ടത്, സൗന്ദര്യമാകേണ്ടത്. ഞാനിങ്ങനെ പറഞ്ഞു നിർത്തുമ്പോൾ എല്ലാ ഈ കുടുംബ യൂണിറ്റ് അംഗങ്ങളെയും
ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹപൂർവ്വം നന്ദി പറയുകയും ചെയ്യുന്നു. നന്ദി. താങ്ക് യു ലെക്സി ടീച്ചർ. അടുത്തത് സമ്മാനദാനമാണ്. സമ്മാനത്തിന് പേര് വിളിക്കുന്നവർ ഒട്ടും സമയം കളയാതെ പെട്ടെന്ന് തന്നെ മുൻപോട്ട് വരിക. സമ്മാനത്തിന് പേര് വിളിക്കുന്നവർ പെട്ടെന്ന് തന്നെ മുന്നോട്ട് വരാൻ ശ്രമിക്കുക. അതിനു മുൻപ് മരിച്ചവരെ നമ്മൾ അനുസ്മരിക്കുന്ന ചടങ്ങാണ് നടക്കുന്നത്. നമ്മൾ പ്രാർത്ഥനാപൂർവ്വം 1 മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കുക. നമ്മുടെ ഇടവകയിൽ നിന്നും നമ്മുടെ യൂണിറ്റിൽ നിന്നുമൊക്കെ ഈ കഴിഞ്ഞ വർഷങ്ങൾ മരിച്ചുപോയ ധാരാളം പേരുണ്ട്. നമുക്ക് സ്നേഹപൂർവ്വം അവരെ ഓർക്കാം. താങ്ക് യു. സമ്മാനദാനത്തിന് പേര് വിളിക്കുകയാണ്. ഫസ്റ്റ് നമ്മുടെ ജൂബിലേറിയൻസിനെയാണ് അനുമോദിക്കുന്നത്. പൗരോഹിത്യത്തിൻ്റെ 50 വർഷം പൂർത്തിയാക്കിയ നമ്മുടെ ബഹുമാനപ്പെട്ട ജോസ് പാറപ്പുറം അച്ഛനെ സ്നേഹപൂർവ്വം സമ്മാനദാനം കൊടുക്കുന്നതിന് ജൂബിലി ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ലിജിൻ അച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വിവാഹ ജീവിതത്തിൻ്റെ 25 വർഷം പൂർത്തിയാക്കിയ ജേക്കബ് ജോർജ് ഹണി ജേക്കബിനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സമ്മാനം കൊടുക്കുന്നതിന് പാറപ്പുറം ജോസച്ചനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ലോഗോസിന് ഉന്നത മാർക്ക് കരസ്ഥമാക്കിയവരാണ്. ഒന്ന് കുര്യൻ ജോയ് പഴമ്പള്ളിൽ, പുഷ്പി ടെല്ലസ് പഴമ്പള്ളിൽ, ലിസി ജോൺ തുടിയനായിൽ, ജാൻസി സേവ്യർ തോട്ടുംകുത്തറ. സ്നേഹപൂർവ്വം വേദിയിലേക്ക് വരിക. കുര്യൻ ജോയ് പഴമ്പള്ളിൽ ഉണ്ടെങ്കിൽ വേഗം വരിക കേട്ടോ, സമയങ്ങളല്ലേ, നമ്മുടെ സമയം ഒരുപാട് പോയി. ജാൻസി സേവ്യർ തോട്ടുംകുത്തറ മുന്നോട്ട് ചെല്ലുക. സെൻട്രൽ കമ്മിറ്റിയുടെ സമ്മാനം കൂടെ ഇപ്പോൾ ഇതോടൊപ്പം കൊടുക്കുകയാണ്. ഇതോടൊപ്പം തന്നെ സെൻട്രൽ കമ്മിറ്റി പറഞ്ഞിരിക്കുന്ന സമ്മാനവും കൊടുക്കുകയാണ്. ജാൻസി സേവ്യർ തോട്ടുംകുത്തറ, ലിസി ജോൺ തുടിയനായിൽ, കുര്യൻ ജോയ് പഴമ്പള്ളിൽ, പുഷ്പി ടെലസ് പഴമ്പള്ളിൽ ഇല്ല എന്ന് തോന്നുന്നു. യൂണിറ്റിലെ പ്രായമായവരെ ആദരിക്കുന്നതാണ്. ആൾ വന്നിട്ടില്ല. പ്രസിഡന്റ് ലഭിക്കുക. പുഷ്പി ടെലസ് വന്നിട്ടില്ല. പ്രായമായവരെ ആദരിക്കുകയാണ്. പ്രായമായ പുരുഷൻ വർക്കി പൗലോസ് പഴമ്പള്ളിൽ സ്ഥലത്തില്ല. മകൻ വർക്കി പൗലോസ് പഴമ്പള്ളിക്ക് കൊടുക്കാൻ സമ്മാനം. പാർപ്പുറ അച്ഛനെ ലിജിനച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു സമ്മാനം മേടിക്കുന്നതിന്. പ്രായമായ സ്ത്രീകളായിട്ട് 3 അമ്മച്ചിമാരാണ് ഉള്ളത്. ഒന്ന് ചിന്നമ്മ ജോർജ് പഴമ്പള്ളി, റീത്തമ്മ പൗലോസ് പഴമ്പള്ളി, ജോസഫ് പഴമ്പള്ളി. ഇവരുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ സ്നേഹപൂർവ്വം സമ്മാനം മേടിക്കുക. ജോസഫ് പഴമ്പള്ളിയുടെ ഭവനത്തിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ സ്നേഹപൂർവ്വം ചെല്ലുക. റീത്താമ്മ പൗലോസ് പഴമ്പള്ളി ഭവനത്തിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ. അടുത്തത് ഈ സെൻറ്റ് ജോൺസ് യൂണിറ്റ് മീറ്റിങ്ങിലെ എല്ലാ മീറ്റിങ്ങിലും പങ്കെടുക്കുന്ന വ്യക്തികൾ പ്രായമായവർ നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ആ സമ്മാനം സ്വീകരിക്കുന്നതിന് കുര്യൻ ജോയ് പഴമ്പള്ളിയെയും വർക്കി തോമസ് പഴമ്പള്ളിയെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സമ്മാനം കൊടുക്കുന്നതിന് വൈസ് ചെയർമാനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വർക്കി തോമസ് പഴമ്പള്ളി ചിറ്റപ്പന് വരാൻ ബുദ്ധിമുട്ടാണ്. വർക്കി തോമസ് പഴമ്പള്ളി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തത് ലക്കി ഫാമിലിയാണ്. ലക്കി ഫാമിലി നറുക്കെടുപ്പാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു കുട്ടിയെ നമ്മൾ അനുമോദിക്കുന്നുണ്ട്. ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടി സ്നേഹപൂർവ്വം വേദിയിലേക്ക് വരിക. ആരോൺ
ഒന്ന് കൈയടിച്ച എല്ലാവരും ഒന്ന്. ഓക്കെ, താങ്ക് യു. ലക്കി ഫാമിലി നറുക്കെടുപ്പാണ്. ലക്കി ഫാമിലി നറുക്ക്. ഒരു കൊച്ചു മുന്നോട്ട് ഇല്ല, ചെന്നെടുക്കുക. ബുക്ക് നോക്കുക ആട്ടെ. നമ്പർ 27 ആണ്. ജോൺസൺ ജോസഫ് പഴമ്പള്ളി ലക്കി സമ്മാനത്തിന് അർഹനായിരിക്കുന്നു. നന്ദി പറയുന്നതിനായി ശ്രീ റെജി പൗലോസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ വാർഷികാഘോഷത്തിൻ്റെ നന്ദി പറയുക എന്ന കർത്തവ്യമാണ് എനിക്ക് നിക്ഷിപ്തമായിരിക്കുന്നത്. സമയം വളരെയധികം വൈകിയിരിക്കുന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ വികാരിയും സെൻട്രൽ കമ്മിറ്റി ചെയർമാനുമായ ജോസ് പാറപ്പുറച്ചൻ, കഴിഞ്ഞ 3 വർഷക്കാലത്തോളം തെക്കമ്പറൂർ ഇടവകയെ മനോഹരമായി നയിച്ചുകൊണ്ടിരിക്കുന്ന ജോസച്ചനെ ഏറ്റവും സ്നേഹപൂർവ്വം നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ നമ്മുടെ ജോസഫ് ഏട്ടനാണ്. യൂണിറ്റ് പ്രസിഡൻറ്റ് എന്ന നിലയ്ക്ക് കഴിഞ്ഞ കാലം അത്രയും മനോഹരമായി തന്നെ യൂണിറ്റിനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തിന് സ്നേഹപൂർവ്വം നന്ദി പറഞ്ഞുകൊള്ളുന്നു. സെൻട്രൽ കമ്മിറ്റി വൈസ് ചെയർമാൻ ശ്രീ ജോസ് അലക്സ് ഏട്ടൻ മുമ്പ് പറഞ്ഞതുപോലെ വളരെ നേരത്തെ തന്നെ നമ്മുടെ യൂണിറ്റുകളിൽ സെൻട്രൽ കമ്മിറ്റിയിലൊക്കെ നിന്ന് സജീവമായിട്ട് പ്രവർത്തിച്ച് പാരമ്പര്യമുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഇപ്പോഴും ആ പാരമ്പര്യം തുടർന്നുകൊണ്ടിരിക്കുന്നു. വളരെ നല്ല രീതിയിൽ ഇടവകയിലെ കുടുംബ കൂട്ടായ്മകളെ നയിക്കുന്ന ശ്രീ ജോസ് അലക്സ് ഏട്ടനെ സ്നേഹപൂർവ്വം നന്ദി പറഞ്ഞുകൊള്ളുന്നു. നമ്മുടെ ലിജിൻ അച്ഛൻ ഒരുപക്ഷെ ഞങ്ങളുടെയൊക്കെ വളരെ വലിയ കൂട്ടുകാരനായിരുന്നു. ഞങ്ങളുടെയൊക്കെ ഒരു അഹങ്കാരമാണ് ലിജിൻ അച്ഛൻ. നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഭാഗ്യം തന്നെയാണ്. പ്രത്യേകിച്ചും ഈ വാർഷികാഘോഷങ്ങളൊക്കെ നടക്കുന്ന പ്രധാനപ്പെട്ട ഈ കാലഘട്ടത്തിൽ തന്നെ ഇടവകയിലേക്ക് കുറച്ച് നാളത്തേക്ക് സേവനം ചെയ്യാൻ വരാൻ സാധിച്ചാലും നമ്മളോടൊപ്പം ആയിരിക്കാൻ സാധിച്ചാലും ദൈവത്തിന് നന്ദി പറയുന്നു. ഒപ്പം ലിജിൻ അച്ഛനെ മനോഹരമായ ദിവ്യബലി അർപ്പിച്ചു നമ്മളെ ധന്യരാക്കിയ ലിജിൻ അച്ഛന് സ്നേഹപൂർവ്വം നന്ദി പറഞ്ഞുകൊള്ളുന്നു. ആശംസ പ്രസംഗം നടത്തിയ ലക്ഷ്യ ടീച്ചറെ നമുക്കറിയാം. ടീച്ചറിൻ്റെ പ്രസംഗ ചാതുരി മനോഹരമായി തന്നെ ഒരു പ്രസംഗത്തെ കൈകാര്യം ചെയ്യാൻ ടീച്ചറിനറിയാം. ടീച്ചറിനെ ഏറ്റവും സ്നേഹപൂർവ്വം നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇവിടെ കൈക്കാരന്മാർ വന്നിട്ടുണ്ട്, വേദിയിൽ ഇല്ല എങ്കിൽ പോലും അവരുടെ സാന്നിധ്യം സജീവമാണ്. സ്നേഹപൂർവ്വം അവരെ നന്ദിയോടെ ഓർക്കുന്നു, അവർക്ക് നന്ദി പറയുന്നു. നമ്മുടെ സിസ്റ്റേഴ്സ് അൾത്താര റെഡിയാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് വളരെ നേരത്തെ തന്നെ എത്തുകയും തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം വളരെ ഭംഗിയായി നിർവഹിക്കുകയും ചെയ്ത സിസ്റ്റേഴ്സിന് പ്രത്യേകം നന്ദി പറയുന്നു. നമ്മുടെ കപ്പ്യാർ ബിജു വളരെ നേരത്തെ തന്നെ വന്നു, ബിജുവിന് നന്ദി പറയുന്നു. അൾത്താര ശുശ്രൂഷികൾ അവരും നേരത്തെ തന്നെ എത്തി അവരുടേതായ കർമ്മങ്ങൾ നിർവഹിച്ചു, അവർക്ക് നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഗായക സംഘം ജിചേട്ടനും ടീമിനും പ്രത്യേകം നന്ദി പറയുന്നു. നമുക്കറിയാം ഈ സ്റ്റേജ് ലിജനച്ചനൊക്കെ വളരെ മനോഹരമായിട്ട് പറഞ്ഞു. നമ്മുടെ യൂണിറ്റ് വാർഷികം ആരംഭിച്ച കാലഘട്ടം മുതൽ ഈ സ്റ്റേജോ പന്തലോ എല്ലാം ചെയ്യുന്നത് കിടങ്ങിൽ ടാക്സി ഹൗസ് ഞങ്ങളൊരു സഹോദരനാണ്. ഇതൊന്നും നമ്മൾ പറഞ്ഞിട്ട് ചെയ്യണമല്ല, നമ്മൾ പറയാണ്ട് തന്നെ അവൻ്റെ ഐഡിയ വെച്ച് എത്രമാത്രം ഭംഗിയാക്കാൻ പറ്റുന്നുവോ അത്രമാത്രം ഭംഗിയാക്കുക. അവിടെ സാമ്പത്തികം ഒരു പ്രശ്നമായിട്ട് അവൻ കണക്കാക്കാറില്ല സാധാരണ. കാരണം വളരെ മനോഹരമായിരിക്കണം എന്നുള്ള ഒരു നിർബന്ധം അവനുണ്ട്. അതിനു വേണ്ടിയിട്ട് എന്തുകൊണ്ടും ചെയ്യാൻ അവൻ തയ്യാറാണ്. അപ്പോൾ വളരെ സ്നേഹപൂർവ്വം ഞങ്ങൾ കുട്ടാപ്പി എന്ന് വിളിക്കുന്ന കിടങ്ങിൽ ബിനുസിനെ ഏറ്റവും സ്നേഹപൂർവ്വം നന്ദി പറഞ്ഞുകൊള്ളുന്നു. നമുക്ക് ലൈറ്റ് ആൻഡ് സൗണ്ട് അറേഞ്ച് ചെയ്യുന്ന
ചക്രൻ ചേട്ടനെ സ്നേഹപൂർവ്വം നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇവിടെ ഈ മീറ്റിംഗ് ധന്യമാക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യമാണ്. പ്രത്യേകിച്ചും മറ്റ് യൂണിറ്റുകളിൽ നിന്ന് വന്നിരിക്കുന്ന വിശിഷ്ടാതിഥികൾ, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിരിക്കുന്ന വിശിഷ്ടാതിഥികൾ, ഒരുപക്ഷെ ഇനിയും ധാരാളം പേര് വരുന്നു പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ സ്നേഹപൂർവ്വം അവരെ കാത്തിരിക്കുന്നു. ഈ വന്നിരിക്കുന്നതും വരാൻ പോകുന്നതുമായ എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഞങ്ങളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, അയൽവക്കക്കാർ, സുഹൃത്തുക്കൾ എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടുകൂടി നന്ദിയോടെ ഓർക്കുന്നു. ഗായക സംഘത്തിന് നന്ദി പറഞ്ഞു. ഇനി ഓക്കെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ജോസ് സാറ് IT കോർഡിനേറ്ററാണ്. എല്ലാ ഇടവുകളിലും എല്ലാ യൂണിറ്റുകളിലും പോയി സജീവമായിട്ട് കാര്യങ്ങൾ നമ്മുടെ യൂട്യൂബിലൂടെ ലോകത്തെ അറിയിക്കുന്ന നമ്മുടെ ജോസ് സാറിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊള്ളുന്നു. അവസാനമായി ഈ കുടുംബ യൂണിറ്റിൻ്റെ ശക്തി ഇവിടുത്തെ കുടുംബാംഗങ്ങളാണ്. ഈ കുടുംബത്തിലെ സെൻറ്റ് ജോൺസ് കുടുംബത്തിലെ ഓരോ അംഗത്തിനും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയേണ്ട ആവശ്യമില്ല. കാരണം ഇതെല്ലാം അവരവരുടെ ഉത്തരവാദിത്തമാണ്, കടമയാണെന്ന ബോധ്യത്തോടുകൂടി സ്വയം ഏറ്റെടുത്തുകൊണ്ട് ഓരോ കാര്യങ്ങളും നിർവഹിക്കുന്നു. സ്നേഹത്തിൻ്റെ ഭാഷയിൽ അവർക്കും നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ, നമ്മുടെ ഈ സമ്മേളനം നടത്താൻ ഈ വേദി ഒരുക്കി തന്ന ചിറ്റപ്പൻ വർക്കി തോമസ് പഴമ്പള്ളി. മീറ്റിംഗ് നടത്താൻ ഒരു വീട് അന്വേഷിച്ച് നടക്കുമ്പോൾ പെട്ടെന്നായിരുന്നു ചിറ്റപ്പൻ്റെ പേര് പറഞ്ഞത്. പക്ഷേ ഒരു ബുദ്ധിമുട്ടും വിചാരിക്കാതെ, ഒരു അതിൽ യാതൊരു ചിന്തയ്ക്കും വഹിക്കാതെ, രണ്ടാമതൊന്ന് ആലോചിക്കാം എന്ന് പോലും പറയാതെ വളരെ പെട്ടെന്ന് തന്നെ അത് ഏറ്റെടുത്തുകൊണ്ട് ഏറ്റവും ഭംഗിയായി നടത്താൻ വേണ്ടിയിട്ട് കുറേ ഞങ്ങൾ തീരുമാനിച്ച ആ ദിവസം മുതൽ തന്നെ വളരെയധികം ആത്മാർത്ഥമായിട്ട് എല്ലാ രീതിയിലും ആത്മീയമായും ഭൗതികമായിട്ടൊക്കെ ഒരുങ്ങിക്കൊണ്ട് ഈ മനോഹരമായിട്ട് ഈ ദിവ്യബലി അർപ്പിക്കണം എന്ന് ആഗ്രഹിച്ച ചിറ്റപ്പൻ കുര്യൻ വർക്കി തോമസ് പഴമ്പള്ളി കുടുംബത്തിന്, അവർ രണ്ടുപേരും ചേട്ടൻ ഇവിടെ ഉണ്ട്, നടക്കുന്ന പയ്യൻ ഇവിടെ ഇല്ല, എല്ലാവർക്കും അവർ ഏറ്റവും സ്നേഹപൂർവ്വം നന്ദി പറഞ്ഞു യൂണിറ്റിൻ്റെ പേരിലുള്ള നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ഇനിയും ആരെങ്കിലുമൊക്കെ വിട്ടുപോകാൻ സാധ്യതയുണ്ടാവും. ദയപൂർവ്വം ക്ഷമിക്കുക. എല്ലാവർക്കും കൂടി ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കലാസന്ധ്യയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. യോഗം സമാപിച്ചു. നമുക്കടുത്ത കലാവിരുന്നിലേക്ക് കടക്കാം. താങ്ക് യു റജി.